സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിന് ശേഷം ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അവസാനത്തെ ഒരു ക്ലാസ് എന്നുള്ള നിലക്ക് നാളെ വർക്കിംഗ് ഡേ കൂടി ആയതുകൊണ്ട് ചെറിയൊരു ഭാഗം മാത്രം, ബഹുമാനായ സാദ് മാഷ് പറഞ്ഞ പോലെ ഇസ്ലാമിക കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരൊറ്റ ഏരിയ മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നപ്പോൾ എനിക്ക് പറയണം തോന്നിയത്. നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു ഭാഗം മാത്രം. പ്രവാസികളായ നല്ലവരായ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നൊരു സമയത്ത് ആലോചിക്കേണ്ടതായൊരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഖുത്ബ പറയുന്ന മഹല്ലിൽ കുറച്ച് മുമ്പ് ഒരു കുടുംബം വന്നിട്ട് എന്നോട് പറഞ്ഞു, മൗലവി ഒരു മദ്യം പറയാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പരിചയമുള്ള നമ്മുടെ മഹല്ലിൽ പെട്ടതല്ല, എന്നാലും ഒരു മഹല്ലിൻ്റെ ഒരു നമ്മളൊരു സാധാരണ അതിർ വരുമ്പോൾ വെക്കുമ്പോൾ നമ്മുടെ മഹല്ലിൻ്റെ കൂട്ടത്തിൽ പെട്ടതൊന്നും അല്ലെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് നമ്മൾ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ഒരു പ്രോഗ്രാം ഇല്ലാത്തൊരു ദിവസം പോകാമെന്ന് ഞാനും പള്ളി ഭാരവാഹികളും കൂടി തീരുമാനിച്ചു. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ തന്നെ അവിടെ ഒരു ഭാര്യാഭർത്തൃ പ്രശ്നമാണ്. ഞാൻ പോകുമ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് ഫോൺ വഴി പല ആൾക്കാരും വിളിച്ചിട്ട് പറഞ്ഞു, നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഇടപെട്ടു, തീരുമാനമായിട്ടില്ല. അവരുടെ മഹല്ല് ഇടപെട്ടു, തീരുമാനമായിട്ടില്ല. നാട്ടിൽ പലരും മദ്യമാണ്, തീരുമാനമായിട്ടില്ല. അവിടെ ആ ചങ്ങാതി, നമ്മൾ മുസ്ലിം കൗമാണ്, അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. ചങ്ങാതി ഭാര്യനെ വളരെ ഉപദ്രവിക്കുകയാണ്. നിങ്ങളിൽ പോയിട്ട് മദ്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷേ നമ്മളെ വിളിച്ചത് കൊണ്ടും മതപരമായി ഇസ്ലാഹ് എന്നുള്ളത് ഖുർആൻ പറഞ്ഞൊരു കാര്യമായതുകൊണ്ടും പോയി നോക്കാം എന്നുള്ള നിലക്ക് പള്ളി ഭാരവാഹികളുടെ കൂടെ ഞാനും പോയി അവിടെ എത്തുമ്പോഴുള്ള സിറ്റുവേഷൻ ഞാനിതിങ്ങനെ കണ്ടപ്പോഴാട്ടെ അങ്ങനെ വിഷയം പറയണമെന്ന് ആലോചിച്ച്, ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അയലോക്കക്കാരും നാട്ടുകാരൊക്കെ. ഒരു മദ്യം പറയാൻ വേണ്ടി പോണ വീട്ടിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന്, അദ്ദേഹമുണ്ട്, ഭർത്താവുണ്ട്, ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 45 വയസ്സിന് താഴെയുള്ള പ്രായമാണ്. ഭാര്യ സാധു അടുക്കള ഭാഗത്തിട്ടുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടികളെ പെട്ടെന്ന് അയലോക്കത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഈ കൂടിക്കണ ആൾക്കാരെല്ലാവരും ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അയലോക്കക്കാരാണ് മൗലവി, ഞങ്ങൾ ഓരോ കുടുംബമാണ് മൗലവി. ഈ ചങ്ങാതി ഈ പെണ്ണിനെ സ്ഥിരമായിട്ട് കുടിച്ചു വന്നിട്ട് ഉപദ്രവിക്കും, ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ എത്രയോ മദ്യം പറഞ്ഞു, തീരുമാനമായിട്ടില്ല. നിങ്ങളൊക്കെ പാടെ മദ്യം പറഞ്ഞാണ്ട് മൗലവി ഇത് ഒന്നിപ്പിക്കാൻ നിൽക്കില്ല, ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. എല്ലാവരും, ഞാൻ പറഞ്ഞു, ഒരാൾ പോലും അവൻ്റെ കൂട്ടുകാരനോ ഒരാൾ പോലും അവൻ എന്നാലും മൗലവി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി എന്ന് പോലും പറയാത്ത വിധം ഇവൻ്റെ പ്രയാസകരമായ ഇവൻ ചെയ്തിട്ടുള്ള തോന്നിയാസങ്ങൾ മുഴുവൻ പറഞ്ഞു തരികയാണ്. ഏതായാലും ചർച്ച തുടങ്ങണമല്ലോ. അപ്പോൾ ആ ചർച്ച തുടങ്ങാൻ വേണ്ടിയിട്ട് ആ സഹോദരിയെ വിളിച്ചു. നാട്ടുകാരെല്ലാവരും പറഞ്ഞു, കുടുംബക്കാരെല്ലാം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ഇനി ഇതൊത്തു പോകൂല. കാരണം ഇവനെന്നും അടിക്കും, കുടിച്ചു വന്നടിക്കും, മക്കളെ മുന്നിൽ നിന്ന് അടിക്കും, നാട്ടുകാർ മദ്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു പറയും, പിറ്റീസം തുടങ്ങും. അപ്പോൾ ഇത് ഏകദേശം മുന്നോട്ട് പോകില്ലെന്ന് നമുക്കെൻ്റെ ധാരണ വന്നു. അപ്പോൾ ഞാൻ അത് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ആ സഹോദരി ഭാര്യയെ വിളിച്ചു. ഞാൻ ഇന്നും ഇങ്ങനെ മനസ്സിൽ കാണാണ്, ഒരു പാവം ഉമ്മ എന്ന് പറഞ്ഞാൽ 36, 38, ഒരു 40ൻ്റെ അടുത്ത് വയസ്സുണ്ടാവും. തല താഴ്ത്തി ആ സദസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു. ഇങ്ങനെ നമ്മളെ മൗലവിയ എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ കണ്ണൊക്കെ താഴ്ത്തി ഇങ്ങനെ വന്നു നിന്നു. അപ്പോൾ ഞാൻ ഉമ്മാണ്ട് ചോദിച്ചു, നോക്കൂ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിൽ പറഞ്ഞു, ഒന്നുമില്ല മൗലവി എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ്? അതിൽ ആ ഉമ്മ 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്, നമ്മൾ ഈ മോണുണ്ടല്ലോ ഇവിടെ, ചുണ്ട്, മോണ, പല്ല് പകുതിക്ക് ഇങ്ങോട്ട് കറുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതൊരു സ്വാഭാവികമായൊരു സംഗതിയല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഭാഗം മാത്രം കറുക്കുക എന്നുള്ളൊരു സ്വാഭാവികമായ സംഗതിയല്ല. അപ്പോൾ എനിക്കത് എന്തോ ഒരു തോന്നിയപ്പോൾ ഞാൻ അമ്മാണ്ട് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അതിൽ ആ സഹോദരി തലങ്ങ താഴ്ത്തുന്നു. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ഒന്നും പറയില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയും. വന്നിട്ട് പറഞ്ഞു, ഇക്കാക്ക കുടിച്ചു വന്നിട്ട്
മുടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചുമരിനോട് ചേർത്ത് കുത്തിയതാണ്. ബ്ലഡ് വന്നിട്ട് ഞാൻ പല്ലൊക്കെ ഇളകി ബ്ലഡ് വന്നപ്പോൾ ആശുപത്രി പോകല്ലേ കാക്കാന്ന് ചോദിച്ചപ്പം ആശുപത്രിയിൽ എങ്ങാനും ഈ പോയിട്ട് ഇന്നെ വഷളാക്കിയാലാണ് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് മുഖത്ത് അദ്ദേഹം അടിച്ചു. അന്ന് പറ്റിയതാണ്. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞത് രക്തം കട്ട പിടിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്, പല്ല് ഇളകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കറുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ആ സത്യത്തിലായി ഇരിക്കണോടത്ത് ഇങ്ങനെ ആലോചിച്ചേ, എൻ്റെ പെങ്ങളെ ഞാൻ അങ്ങനെ കാണാൻ പോയി ഇങ്ങനെ വരുമ്പോൾ അളിയൻ ചുമരുമ്മ ചേർത്ത് ഇങ്ങനെ കുത്തിയിട്ട് ബ്ലഡ് ഒലിച്ച പാട് കാണുകയാണെങ്കിൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് എന്തേക്കാരം നമ്മുടെ മാനസികാവസ്ഥ. നമ്മളെ കുട്ടീനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കി, അത് കണ്ടു നിൽക്കേണ്ടതിനൊരു വാപ്പാൻ്റിമാൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൂടി കണ്ടപ്പം എന്താ നമുക്ക് മനസ്സിങ്ങോട്ട് മടുക്കുകയാണല്ലോ. അപ്പം ഞാനവിടെ തീരുമാനമായിട്ട് പറഞ്ഞു, കുറച്ച് ചർച്ചകൾ നടത്തിയിട്ട് പറഞ്ഞു, ഇതിനി മുന്നോട്ട് പോകില്ല, ഇവളെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇത് നമുക്ക് പിരിയുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുക കേട്ടോ എന്ന് പറഞ്ഞപ്പം അതുവരെ തല കുമ്പിട്ട ഉമ്മ ഇങ്ങനെ തല പൊന്തിച്ചിട്ട് എന്താ ഇങ്ങനെ ചോദിച്ചു, മൗലവി നിങ്ങളെന്താ പറഞ്ഞു, പിരിയാന്നോ? നിങ്ങളെന്താ തീരുമാനം എടുക്കണത്? പിരിയണം എന്നാണോ നിങ്ങൾ തീരുമാനം എടുക്കണത്? അങ്ങനെ തീരുമാനം എടുക്കല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നെന്താണ്? അങ്ങനെ ഡൈവേഴ്സ് അങ്ങനത്തെ തീരുമാനം എടുക്കല്ലേ? ഞാൻ ചോദിച്ചു ഇതെന്താ പിന്നെ നിങ്ങൾ എന്താ ചെയ്യണത്? അല്ല അത് സാരല്ല മൗലവി, ഞാൻ കുറച്ച് കാലം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ ഈ കാക്കാൻ്റെ കൂടെ ജീവിച്ചോളാം, എന്നാലും എൻ്റെ 2 മക്കൾക്കൊരു വാപ്പാനെ കിട്ടുമല്ലോ, അത് പിരിഞ്ഞാൽ കിട്ടൂലല്ലോ എന്ന് പറഞ്ഞാൽ ഉമ്മ പറഞ്ഞ വാചകതാണ്. 14 കൊല്ലം ഞാൻ അടിയുണ്ടില്ല മൗലവി, സാരില്ല, മാക്സിമം ഞാൻ ആ ഭാഗം കൂടി കറക്കുന്നല്ലേ ഉള്ളൂ, അത് ഞാൻ കൊള്ള റെഡിയാണ്, എന്നാലും എൻ്റെ 2 കുട്ടികൾക്ക് ഒരു ബാപ്പാനെ കിട്ടുമല്ലോ. ഞാൻ വളർന്ന് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ വളർന്ന് വലുതായിട്ട് അവരൊരു 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പം അവർ SSLC ബുക്കിൽ പിതാവിൻ്റെ പേര് നിലകൊടുത്ത് അബ്ദുൽ ഖാദർന്നോ മുഹമ്മദ് എഴുതുമ്പം ഈ എഴുതിയ പേരുള്ള ആൾ ജീവിച്ചിരിക്കണുണ്ടോ, എവിടെ ഉമ്മാന്ന് ചോദിച്ചാൽ അന്ന് എൻ്റെ വാപ്പാനെ കാണിച്ചു കൊടുത്താൽ അവർക്ക് സമാധാനമാവില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് സന്തോഷമാകുമെങ്കിൽ അടികൊള്ളാനും ചോരൊലിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ പറയണത് ഈ റൂമിൻ്റെ അപ്പുറത്ത് നിൽക്കണ എൻ്റെ ഉമ്മാർ മൊത്തം ഇതേ കാഴ്ചപ്പാടാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ അടക്കം നമ്മളെല്ലാ ഭാര്യമാരും ഈ കാഴ്ചപ്പാടാണ്. നമ്മുടെ മക്കൾക്ക് സന്തോഷമുണ്ടാകുമെങ്കിൽ അതിനെന്ത് ത്യാഗം ചെയ്യാനും നമ്മുടെ ഭാര്യമാരായ ഉമ്മമാർ റെഡിയാണ്. ഒന്നുകൂടി പറയാം, എൻ്റെ അകന്ന കുടുംബത്തിൽ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഇങ്ങോട്ട് നാട്ടിൽ വന്നിട്ട് അതേ പണിയുടെ മറ്റൊരു ഭാഗം വെൽഡിങ്, നമ്മൾ വലിയ ഈ ഇരുമ്പിൻ്റെ വലിയ ഇതുണ്ടല്ലോ, ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കൊക്കെ ഇറക്കണ വലിയ കുഴൽ, അതേപോലത്തെ കുഴലുകൾ വെൽഡ് ചെയ്യുന്ന, ഇരുമ്പ് വെൽഡ് ചെയ്യുന്ന ഒരു ജോലി എടുക്കണ എൻ്റെ അകന്ന കുടുംബത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സന്ദർശിക്കുന്ന ഭാഗമായിട്ട് ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം വെൽഡ് ഇങ്ങനെ ചെയ്യാണ്. വെൽഡ് ചെയ്യുമ്പം ഞങ്ങൾ അത് സ്വാഭാവികമായി അത് കാണുന്ന കാഴ്ച. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തൊരു ഈ തണുപ്പധികം പോകാത്ത നമ്മളെ സഞ്ചി ഉണ്ടല്ലോ, ഐസ് ക്യൂബൊക്കെ ഇട്ടേക്കണേ, അതിങ്ങനെ എടുത്ത് വെച്ചിക്കണ്. ഇതിങ്ങനെ ചൂടാക്കി ഒരു 10 സെക്കൻഡ്, ഒരു 4-5 സെക്കൻഡ്, 10 സെക്കൻഡ് ഉള്ളാകുമ്പോഴേക്കും അദ്ദേഹം ഐസ് ക്യൂബ് എടുക്കുക, കണ്ണിൻ്റെ 2 ഭാഗത്തും മുഖത്തും ഇങ്ങനെ വെക്കുക, കുറച്ചു നേരം ഇങ്ങനെ വെക്കുക, വീണ്ടും അവിടെ തന്നെ വെക്കുക, വീണ്ടും ഇത് ചെയ്യുക, വീണ്ടും മുഖം ഇങ്ങനെ പഴുത്ത പോലെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പണിയാണോ എടുക്കണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ, എന്താ മൗലവി തന്നെയാണ്. അപ്പോൾ ഈ പണിയെടുത്താൽ എനിക്കറിയൊന്നുമില്ല, മെഡിക്കലൊന്നും അറിയില്ല, എന്നാൽ ഈ പണിയെടുത്താൽ നിങ്ങളെ മുഖം കണ്ണൊക്കെ ചോന്ന്, ഇത് നിങ്ങൾക്ക് ശരീരത്തെ ബാധിക്കൂലേ? അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞ വാചകം, മൗലവി ഞാനത് ഡോക്ടറെ കണ്ടുകണ്, ഡോക്ടറിനോട് പറഞ്ഞത് ഈ ജോലി നിങ്ങൾ 5 വർഷം തുടർച്ചയായി എടുത്താൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ 15% കുറഞ്ഞു തുടങ്ങുന്നതാണ്. 15% കുറഞ്ഞു തുടങ്ങും. അപ്പോൾ നിങ്ങളാഴ്ച അതിപ്പോൾ ഒരു നമ്മളോടൊരാൾ പറയുമ്പോൾ നമ്മൾ അടുത്ത ചോദ്യം എന്താ, ഞാനും കൂടെ ചോദിക്കാം, പിന്നെ എന്തിനാ ഈ പരിപാടി എടുക്കണം? കണ്ണാണ്, കണ്ണുമ്മ 15% കുറയുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ പരിപാടി എടുക്കുന്നത്? അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയാം, മൗലവി ഈ പണിക്ക് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്, അതുകൊണ്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും ഭാര്യക്കും സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് നോക്കിയിട്ട് നിന്നാൽ ചിലപ്പോൾ എനിക്ക് ഇത്ര വരുമാനം ഉണ്ടാവില്ല, എൻ്റെ മക്കളെ പഠനം ശരിക്കും നടക്കില്ല, എൻ്റെ കുടുംബജീവിതം ശരിക്കും മുന്നോട്ട് പോവില്ല.
അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു 15 അല്ല 30% കുറഞ്ഞാലും വേണ്ടില്ല, എൻ്റെ മക്കൾക്കും പെണ്ണുങ്ങൾക്കും സന്തോഷമാകുകയാണെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ഇരിക്കണ മാഷടക്കമുള്ള ഞാൻ അറിയണ എൻ്റെ പിതൃതുല്യരായ ഓരോ ബാപ്പാരും ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞ സത്യത്തിൽ നമ്മൾ ഈ നമ്മളെ ജോലിൻ്റെയും ഇതിൻ്റെ ഒക്കെ പുറത്ത് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെക്കാളധികം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാ ജീവിതത്തിൻ്റെ സുഖം ഞാൻ എപ്പോഴും ആലോചിച്ചു പോകും. എല്ലാ സമയത്തും ഇപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളെ ജോലി സ്ഥലത്ത് ആലോചിക്കട്ടോ, ഒരു ദിവസം നമുക്ക് ജോലിയുടെ ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ട് വന്നു, ഭയങ്കരമായി നമ്മൾ വിചാരിക്കാത്ത ടെൻഷൻ വന്നു, ഭയങ്കര ടെൻഷനിൽ നമ്മൾ അതൊന്ന് പഠിച്ച നിർത്തി ഗൾഫ് നിർത്തിപ്പോയ അങ്ങനെ കരുതി നിൽക്കരുതിക്കൊള്ളി, അങ്ങനെ കരുതിക്കുകയാണ്. രാവിലെ മുതൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് 2-3 ആൾക്കാർ നമ്മൾ ചീത്ത അറിയുക, നമ്മൾ വിചാരിച്ചൊരു സംഗതി കിട്ടാതൊക്കെ അങ്ങനെ ആകെ ആ സമയത്ത് നമ്മൾ അങ്ങേയറ്റം പ്രയാസത്തിൽ വീട്ടിൽ ഇങ്ങനെ കയറി വരികയാണ്. നാട്ടിലാകാം ഇവിടെയാകാം. ഇങ്ങനെ കയറി വരുമ്പം നമ്മളെ ചെറിയ കുട്ടി 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ചെറിയ കുട്ടി നമ്മളിങ്ങനെ കാർ നിർത്തി വരുമ്പോൾ ഓടി എന്നിട്ട് വാപ്പാന്ന് വിളിച്ചാണ് നമ്മൾ എടുത്തേക്കാണ് വന്നു. വാപ്പങ്ങൾ എന്തേ വൈകിയ വാപ്പ? അപ്പം നമ്മൾ ഒന്നുമില്ല എണ്ണ ഇവിടെ ഓഫീസിൽ വർക്ക് ഉണ്ടേനി വാപ്പ, ഞാൻ നിങ്ങളെ കാത്തിക്കേനി. എന്ത് മദ്രസയിൽ ഏറ്റവും നല്ല കുട്ടികളുടെ അവാർഡ് സമ്മാനം എനിക്കാ കിട്ടിയത്, രാവിലെ കിട്ടിയിക്കണ്, എല്ലാവരും പൊളിക്കാൻ വേണ്ടി പറഞ്ഞു സമ്മാനം, ഞാൻ ഉപ്പച്ചി വരാൻ വേണ്ടി കാത്തിക്കേനി, എന്താ അപ്പം വരാഞ്ഞത്? നമ്മളെ കുട്ടി 1 മിനിറ്റും കൂടി ആ വാക്കുണ്ടാവില്ല. രാവിലെ മുതൽ അതുവരെ നമ്മൾ അനുഭവിച്ച മുഴുവൻ ടെൻഷനും ആ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പോകും. ബാപ്പാനെ ഞാൻ കാത്തിക്കാണെന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഉണ്ടല്ലോ, ശരിക്ക് നമ്മളെക്കാൾ അധികം അവരെ ഇഷ്ടപ്പെടുന്നില്ല ഒരു സംഗതിയാണ്. തിരിച്ചും ആലോചിച്ച് നോക്കി, തിരിച്ചും നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് മികച്ചൊരു എംപ്ലോയർക്കുള്ളതോ ശമ്പള വർധനവിൻ്റെതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തെന്തെങ്കിലും സംഗതിയുടെ വലിയൊരു റിസൾട്ട് കിട്ടി, അനുമോദന ചടങ്ങൊക്കെ കിട്ടി, നമ്മൾ ഭയങ്കര ഹാപ്പി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോണങ്ങ് റിങ് ചെയ്തപ്പം നമ്മൾ എടുത്തു. അപ്പം നമ്മളിതേപോലെ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അപ്പുറന്ന്, ഉപ്പച്ചി നിങ്ങൾ എപ്പോഴാണ് വരിക? അപ്പം പറഞ്ഞു, മോനെ ഞാൻ വൈകുന്നേരം വരും. എന്തേ? ഒന്നുമില്ല ഉപ്പച്ചി, ഞാൻ സ്റ്റെപ്പ് വന്ന് വീണിക്കണ്, ചെറുങ്ങനെ നെറ്റി പൊട്ടിയിട്ടുള്ളൂ, സാരല്ല, ഞാൻ ആശുപത്രിക്ക് പോവുകയാണ്, ഇപ്പച്ചി വരികയാണെങ്കിൽ കുഴപ്പമില്ലേന് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ വാങ്ങിയ സമ്മാനം മൊത്തം നമുക്ക് സങ്കടമായി മാറും. ഞാൻ പറയണത് രത്നച്ചുരുക്കം ഇതാണ്, ചുരുക്കി പറയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ആഹ്ലാദവും ആനന്ദവും നമ്മുടെ മക്കളാണ്. എൻ്റെയും നിങ്ങളെയും മക്കൾ, എൻ്റെ 3 കുട്ടികളാണ്. ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ, എന്നെക്കാളധികം വലിയ സന്തോഷം അവർക്ക് വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ഗൾഫിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഞാൻ സങ്കടപ്പെടുത്താൻ വേണ്ടി പറയില്ല, നമ്മൾ ഇവിടെയും ഭാര്യ നാട്ടിലും ഉണ്ടാകുമ്പം ഇവിടെ നിൽക്കണ വാപ്പാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഭാര്യൻ്റെ കൂടെ നാട്ടിൽ ജീവിക്കുക. നാട്ടിൽ നിന്നുള്ളത് എവിടെയായിക്കോട്ടെ, ഭാര്യൻ്റെ കൂടെ ജീവിക്കുക. അവിടെ നിൽക്കണ ഭാര്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇക്കാക്കാൻ്റെ കൂടെ നാട്ടിൽ ജീവിക്കുക. ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭാര്യൻ്റെ കൂടെ നാട്ടിൽ ജീവിക്കുക. ഭാര്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇക്കാക്കാൻ്റെ കൂടെ നാട്ടിൽ ജീവിക്കുക. ഇന്ത്യ ഗവൺമെൻറ് തടസ്സമല്ല, കേരളവും തടസ്സമല്ല, കുടുംബവും തടസ്സമല്ല. പിന്നെ എന്താ ജീവിക്കാത്തത്? മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ. ദാമ്പത്യം സാരല്ല കുട്ടിയാക്കല്ലേ, കടം സാരല്ല കുട്ടിയാക്കല്ലേ, പട്ടിണി സാരല്ല കുട്ടിയാക്കല്ലേ, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ചീത്തുള്ള സാരല്ല കുട്ടിയാക്കല്ലേ, എല്ലാം നമ്മൾ കുട്ടിയാക്കാണ്. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. പറഞ്ഞത് ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇത്ര കഷ്ടപ്പെടുമ്പോഴും, ഞാൻ ഒരിക്കലും നിരാശയോ അങ്ങനെയല്ല കേട്ടോ, നമ്മളൊരു ചർച്ചയാണ്. ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുമ്പോഴും സത്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ത്യജിക്കുന്ന ത്യാഗവും കഷ്ടപ്പാടിനനുസരിച്ച് നമ്മൾക്ക് അവരിൽ നിന്നൊരു ആനന്ദവും സന്തോഷവും സത്യത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക. നിരാശപ്പെടുത്താനല്ല, നമുക്ക് കിട്ടുന്നുണ്ടോ? ഖുത്ബ കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ കാണാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ 2 പ്രശ്നമേ പറയാനുണ്ടാവുള്ളൂ ഭൂരിപക്ഷം. ഒന്ന് കുടുംബ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറഞ്ഞ്, 2 മിക്കവാറും മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം.
ഞാൻ എന്നോടൊരു വാപ്പ ചോദിച്ചൊരു പ്രശ്നം പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടോയെന്ന് അത്ഭുതപ്പെട്ടു. എന്നോട് ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരുപ്പം വന്നിട്ട് എന്നോട് ചോദിച്ചു, എല്ലാവരും പള്ളിക്കൊന്ന് പോകാൻ വേണ്ടി അദ്ദേഹം കാത്തുനിന്നിട്ട് ലാസ്റ്റ് എന്നോട് ചോദിച്ചു, മൗലവി ഞാൻ ഒരു ചെറിയൊരു കാര്യങ്ങളോട് ചോദിക്കാൻ, എൻ്റെ ഫത്വയാണ് എനിക്ക് കിട്ടേണ്ടത് പറഞ്ഞു. അപ്പോൾ എന്താന്ന് വെച്ചപ്പോൾ ആ ഉപ്പ പറഞ്ഞ വാചകതാണ്, എനിക്ക് 3 മക്കളാണ്, പെൺകുട്ടീനെ കെട്ടിച്ചു, 2 ആൺകുട്ടികളാണ്, മൂത്തവന് ഗൾഫിലാണ്, അവൻ്റെ ഭാര്യയും കുട്ടികളും ഇന്ത്യയും പെണ്ണുങ്ങളും കൂടി തറവാട്ടിലാണ്, രണ്ടാമത്തവൻ കല്യാണം കഴിച്ചിട്ടില്ല, 30 വയസ്സായി, അവന് MDMA അഡിക്റ്റാണ്. അപ്പോൾ പൈസ ആദ്യമൊക്കെ എടുത്ത് കൊണ്ടുപോയി, ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ പറമ്പിലെ തേങ്ങയും അടയ്ക്കൊക്കെ ഇട്ടു. ഇപ്പം ഞാൻ ചെന്നപ്പോൾ മൗലവി ഇത്ര പോന്ന തേങ്ങനെ വിളവെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ, കരിക്കും കൂടിയാണില്ല. അതോ പണിക്കാരെ കൊണ്ടുപോയിട്ട് അത് ഇടിപ്പിച്ചിട്ട് അതിനെന്താ കിട്ടുക, അത് വാങ്ങിപ്പോവുകയാണ്. ഓൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ പെൺകുട്ടിയുടെ കഴുത്തിലുള്ള സ്വർണ്ണമാല ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അടയാളുണ്ട്, അലമാരവും കുത്തി തുടർന്ന് നട്ടപ്പാതിരക്കവും വരിക, വീട്ടിൽ എന്താ ചെയ്യണമെന്ന് അറിയണില്ല. അപ്പം ഞാൻ അപ്പാണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഫത്വ എന്താ, എനിക്ക് ആ മനസ്സിലായില്ല. അപ്പാൻ്റെ ചോദ്യം എന്താ അറിയോ, ഞാനും എൻ്റെ ഭാര്യയും ശരിക്കുറങ്ങിയിട്ട് 3 കൊല്ലായി, ഇവൻ എന്താ വന്നിട്ട് കുട്ടിനെ കൊല്ലോ, ഓൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളെ തോന്നിയാസം കാട്ടുവോ, അലമാര കുത്തുവോ, ഉമ്മാനെ കൊന്നാണ്ട് സാധനം എടുക്കുവോ, പേടിയാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, ഉപ്പ എനിക്ക് സങ്കടം മനസ്സിലായി, എന്താ ഫത്വ? ഉപ്പനോട് ശരിക്ക് കരഞ്ഞിട്ട് ചോദിച്ചു, എന്തല്ലോ, ഞാൻ എൻ്റെ ആ മകനെ കൊന്നിട്ട് പോയി കീഴടങ്ങി ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഒരു ഉമ്രയോ ഹജ്ജോ ചെയ്ത് തിരിച്ചെന്നാൽ ആയുസ് ഉണ്ടെങ്കിൽ അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ? എന്നിട്ട് ആ വാപ്പ ശരിക്കും പറഞ്ഞെന്തറിയോ, ഒരു ചെയ്താൽ എനിക്ക് മാത്രം ജയിലിൽ കിടന്നാൽ മതി, ഞാനത് വെറുതെ, ഞാൻ ദീനല്ലാത്തോണ്ടല്ല മൗലവി ആലോചിക്കാത്തത്, 3 കൊല്ലായിട്ട് ഞാൻ ആലോചിക്കാണ്, ഞാനത് ചെയ്താൽ ഞാൻ മാത്രം ജയിലിൽ പോയാൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ, ഏട്ടൻ്റെ അഥവാ എൻ്റെ മരുമകളുടെ 2 കുട്ടികൾ, ഇത് ആലോചിച്ചിട്ട് എൻ്റെ മൂത്ത മകൻ, ഞങ്ങൾ 6 ആള് 3 കൊല്ലായിട്ട് തീ തിന്ന് ജീവിക്കുകയാണ്. മകനെ കൊല്ലാൻ പറ്റുമോ മതത്തിൽ? ഇതിങ്ങനെ കൂട്ടി ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുമ്പോഴും അവർ നമുക്കൊരു സന്തോഷവും സമാധാനവും ആകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അത് ആകുന്നില്ലെങ്കിൽ എന്താണ് അതിന് പരിഹാരം എന്ന് മാത്രം പറയണം. ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അടച്ചാക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുന്നല്ല. ഇത്രയും റിസ്ക് എടുക്കുമ്പം അവർ നമുക്ക് വേണ്ടി റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കണ്ടേ? അത് മിനിമം ഒരു ക്വാളിറ്റി അല്ലേ? മിനിമം എൻ്റെ അപ്പാക്കും ഉമ്മാക്കും അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും അവരില്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ നഷ്ടല്ലേ? ഞാൻ പ്രവാസികളായി വാപ്പാണ്ട് വെച്ചു, നമ്മൾ നഷ്ടത്തിൽ തന്നെയല്ലേ? നിരാശപ്പെടുത്താനല്ല കേട്ടോ, അങ്ങനെ കരുതരുത് കേട്ടോ. ഇത് നമ്മൾ മനസ്സിലാലോചിക്കണ്ടേ. ഒരീസെങ്കിലും നിങ്ങളെ പഠിച്ചോനെ എനിക്ക് മാർക്ക് കിട്ടണേന്ന് പ്രാർത്ഥിക്കേണ്ട ഇടക്ക് എനിക്ക് വേണ്ടി 10 കൊല്ലം 25 കൊല്ലമായിട്ട് ഗൾഫിൽ നിൽക്കണം, എൻ്റെ അപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടണേ എന്ന് ഒരു വക്തിന് ശേഷം പ്രാർത്ഥിക്കാൻ അവർക്ക് തോന്നണില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടം പറ്റിയ ആൾക്കാരാരാണ്? ഇതിനെന്താ പരിഹാരം? പരിഹാരം 2 കാര്യമാണ്. ഒന്ന് ചുരുക്കി ഇങ്ങനെ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ബോധം ഉണ്ടാണ്. ഞാൻ പുതിയ വിവാഹം കഴിഞ്ഞ യുവാക്കളും കൂടി ഉണ്ടായതുകൊണ്ട് പറയാണ്, നമ്മുടെ കുട്ടികൾ നന്നാവുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. നന്നാകേണ്ടത് എവിടെയാണ്? കൈയാണോ? അല്ല. കണ്ണാണോ? അല്ല. ലൈംഗികാവയവാണോ? കാലാണോ? എന്താ നന്നാകുക എന്നുള്ളതുകൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് കുട്ടി നന്നാകണം. നമ്മളില്ലെങ്കിലും തോന്നിയാസം ചെയ്യരുത്, അതിന് കുട്ടി നന്നാകണം. ഞാൻ ഈ പറയുന്നതിൽ എവിടെയെങ്കിലും അവ്യക്തം നിങ്ങൾ ചോദിക്കട്ടോ. എന്താ നമ്മൾ ഉണ്ടാക്കിയ പൈസ അവനൊരു ജോലിക്ക് പോകുമ്പോൾ ബാപ്പ നമുക്ക് ആ ജോലി പറ്റുമല്ലേ എന്ന് ചോദിക്കാൻ അവൻ നന്നാകണം. ഒരു തോന്നിയാസത്തിലും ഒരു അപമാനിതനായിട്ട് നമ്മൾ അങ്ങാടി കൂടെ നാട്ടിലും ഗൾഫിലും നമ്മൾ നടക്കരുത്. അതിന് കുട്ടി കുട്ടിയുടെ എവിടെ നന്നാകണം? കുട്ടിൻ്റെ ഹൃദയം നന്നാകണം. ഹൃദയം നന്നാകാൻ ഒറ്റ മാർഗമുള്ളൂ, ഇസ്ലാം എന്ന് പറഞ്ഞ ദീന് മാത്രം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, പടച്ചോനെ ഹൃദയത്തെ മാറ്റിമറിക്കണ നാഥ, ഈ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പ്രാർത്ഥിക്കാൻ. കാരണം
നമ്മുടെ കുട്ടികൾ നല്ലവരാകുമ്പോഴാണ് അവർ നമുക്ക് സന്തോഷമാകുക, ആഹ്ലാദാകുക, നമ്മൾ ഗൾഫിൽ നിന്നതിന് നമുക്ക് മുതലാകുക. അതിന് ആ കുട്ടികളുടെ ഹൃദയത്തെ ദീനുമായിട്ട് ബന്ധിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം. ഞാനതിൽ ഏറ്റവും പ്രധാനം ദീനല്ല ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത്, ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം. യാന്ത്രിക ശ്രമമല്ല, ബോധപൂർവമായ ശ്രമം. ബോധപൂർവം. ഇപ്പോൾ വഹി ഇറങ്ങുന്ന വീടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്. വഹി ഇറങ്ങുന്ന വീടാണ്. നബിൻ്റെ വീട് സാധാ വീടൊന്നുമല്ല, വഹി ഇറങ്ങുന്ന വീട്. ഒന്ന് പ്രത്യേകത. ഒന്ന്. രണ്ട്, നബിൻ്റെ വീട് ഇതാണെങ്കിൽ മദീന പള്ളി ഇതാണ്. ഒരു കാല് പള്ളിക്കലും ഒരു കാല് നബിൻ്റെ വീട്ടിൽ വെച്ച് നിൽക്കാം, അത്ര അടുത്താണ്. മദീന പള്ളിയുടെ തൊട്ടടുത്ത് വീടുണ്ടായിട്ടും വഹി ഇറങ്ങണ വീടായിട്ടും ആ വീട്ടിൽ വരുന്നോലൊക്കെ നബിനെ കാണാൻ സഹാബാക്കളാണ് ഭൂരിപക്ഷവും. ഓരൊക്കെ ദീനിയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാചകം നമുക്ക് ഹൃദ്യസ്ഥാൻ. ഖിത്അത്തുക ബദിയ ഫാത്തിമ സലിനി മിമ്മാലി മാ ശിഅ്തി അൻഖിദി നഫ്സിക മിനന്നാർ. എൻ്റെ കരളിൻ്റെ കഷ്ണമായ മോളെ ഫാത്തിമ, ബാപ്പാക്ക് കഴിയണതും അള്ള അനുവദിച്ചതുമായ എല്ലാ കാര്യൻ്റെ കുട്ടി ചോദിച്ചോളൂ. എൻ്റെ വാപ്പാക്ക് കഴിയുന്നതും അള്ള അനുവദിച്ചതാകണം, വാപ്പ വാങ്ങിത്തരാ. ഷൻഖരി നഫ്സിക മിനന്നാർ, മോളെ നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യൻ്റെ കുട്ടി ചെയ്യാനട്ടോ. സോളെ നബി എന്ത് ചെയ്തിട്ടില്ല അറിയോ? ഞാൻ ശരിക്കും പറയാണ്, ഗൾഫുകാർ എന്നുള്ള എൻ്റെ കുടുംബക്കാർ എന്നൊക്കെ പറയാണ്, നബി ഒരിക്കൽ പോലും ചിന്തിച്ചില്ല നബിയുടെ മകളായ ഫാത്തിമ കേടരൂല, മദീന പള്ളിന്റെ എടുത്ത് താമസിക്കണ എന്റെ കുട്ടി കേടരൂല, വഹിയിറങ്ങണ വീട്ടിലെ എന്റെ കുട്ടി കേടരൂല, ഖുറൈശി പാരമ്പര്യമുള്ള എന്റെ കുട്ടി കേടരൂല. ഈ വീട്ടിക്ക് ആകെ വരുന്നത് അല്ലെങ്കിൽ വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അടക്കമുള്ള മുത്തഖികളായ എന്റെ കൂട്ടുകാരാണ്. ഒരു തോന്നിയാസം, ഒരു സിനിമ ആ പരിയിലില്ല, ഒരു സീരിയൽ ആ പരിയിലില്ല, ഒരു തോന്നിയാസ ആ പരിയില്ല, ഒരു ഗീബത്വ ആ പരിയില്ല. നബിന്റെ വീടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ എന്റെ കുട്ടി കേടരൂലാന്ന് നബി വിചാരിച്ചില്ല. എനിക്ക് പറ്റിയ ഒന്നാമത്തെ പഴം തരസങ്ങളെ, ഞാൻ നബിനെക്കാളും വലിയ ദുരഭിമാനിയായിട്ട് ആദ്യൻ്റെ മനസ്സിലാണ് മാറ്റി. നിങ്ങൾ അധ്യാപകരുടെ ചോദിച്ചു, സ്കൂളിൽ ഒരു കുട്ടി ഇപ്പം നാട്ടിൽട്ടോ ചെറിയ ആൻസോ അങ്ങനത്തെ എന്തെങ്കിലും വിഷയം പിടിച്ചാൽ ആയും തന്നെ രക്ഷിതാക്കളെ വിളിക്കൂല. അധ്യാപകർ പറയും ഓൻ്റെ ഇപ്പം നല്ല ഇതാണ്, മൂപ്പരെ കൊണ്ടുവന്നാണ്ട് ഇടങ്ങേറാക്കണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓനെ പിടിച്ച് ഞെട്ടിച്ചാണ്ട് സൈഡുക്കാക്കും. രണ്ടാമത് വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അങ്ങനെ കുറച്ച് മാഷന്മാർ ഇനി വീട്ടിൽ പറയാൻ കേട്ടോ, ഇനി നടക്കൂലട്ടോ, ഇത് നമ്മൾക്ക് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലട്ടോ. അപ്പോൾ 2-3 മാഷം വന്നിട്ട് പറയും, കുട്ടിയല്ലേ ഇനിയിപ്പം നമ്മളൊക്കെ പാടെ പറഞ്ഞ് പെരീന്ന് അടിയും കുത്തൊക്കെ ആയിട്ട് ഓനെ ലാസ്റ്റ് 3-ാമതും അതേ തെറ്റ്. ചിലപ്പോൾ ഇതൊക്കെ ഒരു 6 മാസത്തിനിടയ്ക്കായിരിക്കാരം ആവർത്തിക്കുമ്പോൾ ഗത്യന്തരല്ലാതെ അധ്യാപകൻ വാപ്പാ കുളിക്കും, നിങ്ങളും ഉമ്മയും ഒന്ന് വരണട്ടോ എന്ന് പറയും. വന്ന് ഇരുന്ന് മോൻ്റെ കാര്യം എങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് കിട്ടണ മറുപടി എന്താ അറിയോ? ഇൻ്റെ കുട്ടി അത് ചെയ്യൂല, നിങ്ങൾ ഉണ്ടാക്കി പറയാണ് അറിയാം ആദ്യം. അതാരെ മുന്നിന്നാ പറയാ? ഓൻ്റെ മുന്നിൽ. ഇത് മിക്കവാറും ഒരു വട്ടം പിടിക്കുമ്പോൾ തന്നെ നമ്മളെ ചെറുപ്പകാലമായിരിക്കട്ടെ, നമ്മളെ ചെറുപ്പകാലം ഒരു വട്ടം പിടിക്കുമ്പോൾ തന്നെ മിക്കവാറും ബാപ്പാണ്ട് വിളിച്ച് പറയുന്നില്ല ധാരണ ആർക്കുണ്ടാവും. നമ്മൾ അന്ന് മുതൽ എന്ത് ചെയ്യും? നിങ്ങൾ പറയും എന്ത് ചെയ്യും? പ്രിവെൻഷൻ തുടങ്ങും. 2-ാം വട്ടം കൂടി പിടിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഒന്ന് വൈകുന്നേരം മിക്കവാറും ബാപ്പാക്ക് വിളി വരും. 3-ാം വട്ടം പിടിച്ചവനപ്പോൾ ബാപ്പാൻ്റെ ഇമ്മാനും ഇല്ല. എന്താ ചോദിച്ചാൽ വിളി വരുമ്പോൾ ബാപ്പിയും എനിക്ക് സപ്പോർട്ടായി നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് ഉമ്മ വന്നിട്ട് പറയാം, നിങ്ങളെ പേര് അദ്രമ മാഷ, നിങ്ങൾ അറബി മാഷ, നിങ്ങളെ പറ്റിയോ എനിക്ക് പണ്ടേ പറഞ്ഞു നിൽക്കണം, നിങ്ങൾ വിളിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഓനൊരു വേറെ കണ്ണോണ്ട് കാണലാണ്. നിങ്ങൾ ആ കുട്ടി ഒരിക്കലും മാറൂല. ഞാൻ ആവർത്തിക്കുന്ന ആളാകാൻ പറയില്ല, അള്ളാഹാനെ എനിക്ക്. ഞാൻ ഹൈസ്കൂൾ അദ്ദേഹം 1843 കുട്ടികൾ 8, 9, 10 ക്ലാസ്സിൽ മാത്രമുള്ള സ്കൂളിലെ മാഷാണ്. അൽഹംദുലില്ലാ. ആ കുട്ടിക്ക് മാറാൻ കഴിയില്ല. എന്തുകൊണ്ട് മാറാൻ കഴിയില്ല വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമ ബീവിനെ പറ്റി വിചാരിച്ചത് എന്താ അറിയോ നിങ്ങളെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബാപ്പാൻ്റെ കുട്ടിയാണെങ്കിലും സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കണ ബാപ്പാൻ്റെ കുട്ടിയാണെങ്കിലും ഹൗദുൽ കൗസറിലെ വെള്ളം അള്ള കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച ബാപ്പാൻ്റെ കുട്ടിയാണെങ്കിലും അഷ്ഫാഅത്തുൽ ഉളുമ, ഏറ്റവും വലിയ ഷഫാഅത്ത് മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ള നിശ്ചയിക്കുന്ന ആളുകൾക്ക് ഷഫാഅത്തുൽ ഉളുമ നടത്താൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടിമയായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ മകളാണ് ഫാത്തിമ. നീയെങ്കിലും
പിഴക്കുട്ടോ തെറ്റുട്ടോ, മദീന പള്ളിൻ്റെ അടുത്തായാലും തഴക്കുട്ടോ, വാപ്പാൻ്റെ കുട്ടിയായാലും തെറ്റിപ്പോട്ടോ, മോളെ അനക്ക് ദീനംസക്കുമെന്നാർ ദീനിയായിട്ട് ജീവിക്കണം കേട്ടോ മോളെ. മോളെ ഇതെന്തിനാണ് ഞാൻ ചോദിക്കാണ്, ബാപ്പാര് നിലക്ക് ഉമ്മാര് നിലക്ക് ഇതെന്തിനാണ്? ചോദ്യതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് മോളെ ഫാത്തിമ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നീ തന്നെ ചെയ്യണം കേട്ടോ എന്ന് നബി പറഞ്ഞിരുന്നു എന്ന് എന്തിനാണ് ഹദീസിലൂടെ നമ്മളെ കൊണ്ട് വായിപ്പിക്കണത്? നബി അത് പറഞ്ഞു, ഓക്കെ, അതെന്തിനാണ് നമ്മളെ കൊണ്ട് വായിപ്പിക്കണത്? നബി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതെന്തിനാണ് നമ്മളെ കൊണ്ട് വായിപ്പിക്കണത്? ഫാത്തിമ ബീവിയെ പോലെ റളിയല്ലാഹു അൻഹയെ പോലെ ഒരു നല്ല പെൺകുട്ടി വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കണേ. നമ്മളെ പെൺകുട്ടികളൊക്കെ ഫാത്തിമ ബീവിനെ പോലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, ഉമ്മാക്കും ബാപ്പാക്കും ഇഷ്ടപ്പെട്ട നല്ല പെൺകുട്ടികളാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് നബി മകളോട് ചെയ്തതാണ്. നബി എന്താ ചെയ്തത്? ദീന് ആ കുട്ടിക്ക് എത്തിച്ചു കൊടുത്തു, ബാക്കി അള്ളാഹ് നോക്കും. അപ്പം എന്താ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് നൽകുന്ന ഉപദേശങ്ങളിൽ കണ്ടിട്ടില്ലേ? ഇപ്പൊ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിക്കുന്ന ഉപദേശം വീണ്ടും ഇതേ ചോദ്യം ചോദിക്കാട്ടോ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണോ അല്ലയോ എന്ന് പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട്, എന്തു പോയിക്കോട്ടെ. ആ ചർച്ചയുള്ള ഒരു വ്യക്തി നമ്മൾ പ്രവാചകനായിട്ട് പറയണം. ആ പ്രവാചകൻ മകനെ ഇന്നാലിന്ന കാര്യങ്ങൾ ഉപദേശിച്ചു എന്നെന്തിനാണ് 2024 ഇപ്പോഴും നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം? അല്ല, അതിലൊരു ഹിക്കമത്ത് ഉണ്ടാവില്ലേ? എന്തിനാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഇന്നാലിന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെ കൊണ്ട് എന്തിനാ വായിപ്പിക്കണത്? ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനെ പോലെ അള്ളാഹ്ക്കും ബാപ്പാക്കും ഉമ്മാക്കും നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ടൊരു നല്ല ആൺകുട്ടിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ബാപ്പ മകനോട് എന്തു ചെയ്തു എന്ന് അതിന്ന് പഠിച്ചാൽ മതി. എന്താ ചെയ്തത്? വഹുവ യഇലുഹു, ബാപ്പയായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് വഹുവ യഇലുഹു, അള്ളാഹുവിൻ്റെ ദീൻ വഅദ് പറഞ്ഞു കൊടുത്തു. ഇത് നമ്മുടെ വീട്ടിൽ നടപ്പാക്കണം. ഫോൺ വഴിയാണോ? ചെയ്യണം. സ്നേഹത്തിൽ പറയലാണോ? ചെയ്യണം. സോ നമ്മൾ ദീന് കൊടുക്കാതെ മാറൂല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മളെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ദീൻ പറയാതെ സ്നേഹിച്ചാൽ, അത് ഞാൻ ഉമ്മാർക്കും കൂടി മനസ്സിലാൻ വേണ്ടി പറയാം, ദീൻ നമ്മൾ പറയാതെ അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടി നമ്മൾക്കെതിരായി മാറുന്നതിന് വേണമെങ്കിൽ ഒരു ക്ലാസ് വെക്കുകയാണ്. ഞാൻ 10 സംഭവമെങ്കിലും പറയാം. 10 സംഭവം പരീക്ഷയ്ക്ക് വായിക്കാൻ ഒരു ബാപ്പിയമ്മയും പഠിക്കണട്ടോ എന്ന് പറയാതെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണ ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാൽ ഓനാദ്യം പറയാൻ എന്താ അറിയോ? എൻ്റെ വാപ്പിയും ഈ കാര്യനോട് പറഞ്ഞിട്ടില്ല. എന്തായിക്കോട്ടെ, അതേ സാധനമാണ് നമ്മുടെ കുട്ടികൾക്ക് അബദ്ധങ്ങൾ പറ്റുമ്പോഴും അവിടെ ജീവിതത്തിൽ സംഭവിക്കുക. നരകം ഒരു ഭാഗത്തും ഈ ദുനിയാവിലെ പരീക്ഷണം മറ്റൊരു ഭാഗത്തും. എന്നാൽ ദീന് നൽകിയെന്ന് വെക്കുക. സോ ഞാൻ എത്രയോ മനസ്സിൽ സന്തോഷം നൽകുന്ന എത്ര അനുഭവങ്ങൾ ദീൻ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കയറിയാൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം മനസ്സിലാൻ വേണ്ടി. ഞാൻ റൗദത്തുൽ അറബി കോളേജിലാണ് പഠിച്ചത്. നമ്മുടെ റഹീം സാറും ഞാനൊക്കെ ഒന്നിച്ച് ഹോസ്റ്റലിൽ നിന്നതാണ്. അപ്പോൾ അവിടെ ഇപ്പം റഹീം സാറൊക്കെ ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ അറബിക് കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ചാണ്. അതേപോലെ ഞങ്ങളുടെ കൂടെ ഫറൂഖ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി അവൻ ഹോസ്റ്റലിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നു. അപ്പം അവൻ്റെ കോളേജിൽ നമ്മുടെ ഈ സ്കൗട്ടുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ അവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൗട്ടുമായി ബന്ധപ്പെട്ടതിൽ 10 ദിവസത്തെ ക്യാമ്പറ്റ് ഉണ്ടായി. ആ ക്യാമ്പിൽ അവിടെ വെക്കേഷൻ സമയം ആയതുകൊണ്ട് ഞാനവിടെ ഉണ്ടായതുകൊണ്ട് അത് കാണാനും കേൾക്കാനും വേണ്ടി ഞാനവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ അതിൽ രാത്രിക്കത്തെ ഒരു ചർച്ച. ആ ചർച്ചയിൽ ക്യാമ്പ് ലീഡർ, മാഷടക്കമുള്ള ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്ന 10-15 കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി, സംഭവം എന്തുമാകാം നിങ്ങൾ പറയണം. അപ്പോൾ ഓരോ കുട്ടികൾ വായിച്ച പുസ്തകം പറഞ്ഞവരുണ്ട്, എന്താ ചില വ്യക്തിയുടെ പേര് പറഞ്ഞവരുണ്ട്, പലതും പറയണം. അപ്പം ഈ ഹോസ്റ്റലിൽ താമസിച്ച അവൻ പോയതുകൊണ്ട് അങ്ങനെ സൈഡിൽ നിന്ന് കേൾക്കുകയാണ്. അവൻ എഴുന്നേരുന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു വ്യക്തിയോ ഒരു പുസ്തകമോ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പം മാഷൊക്കെ ചോദിച്ചു, എന്താണ് സംഭവം? അതിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പാനോട് ഉമ്മാനോട് വളരെ മോശമായി പെരുമാറിയുന്ന കുട്ടീനെ. ഒരു പ്രായത്തിൽ അങ്ങനെയാണല്ലോ, ഒരു പ്രായത്തിൽ അങ്ങനെ വന്ന് കുട്ടികളൊക്കെ വന്നിട്ട് നമ്മളോട് പറയും, എന്താ
നിങ്ങൾക്ക് എൻ്റെ വികാരങ്ങൾ മനസ്സിലാണില്ല, എൻ്റെ ഫ്രണ്ട്സിനാണ് എൻ്റെ വികാരം മനസ്സിലാകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം അതിനനുസരിച്ച് ഉമ്മ പറയും നിങ്ങളോട് ഓനിക്ക് ഭയങ്കര ഇതാണൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. അവൻ വന്നിട്ട് ഞാൻ ബാപ്പാനോട് ഉമ്മാണ്ട് വളരെ മോശമായിട്ട് പെരുമാറുന്ന കുട്ടീനെ അവൻ പറഞ്ഞ വാചകം ഞാൻ ഉമ്മാണ്ട് പിന്നെയും മുണ്ടും, ബാപ്പാണ്ട് ഞാൻ തീരെ ഉണ്ടൂല. ബാപ്പ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയും, ബാപ്പ ചൂടാകുകയാണെങ്കിൽ അങ്ങോട്ടും ചൂടാവും. എങ്ങനെ ഒരു 4-5 കൊല്ലം എങ്ങനെയും ഞാൻ ബാപ്പോട് ഒരു ഉമ്മാനോട് ഉമ്മാനോട് തന്നെ അങ്ങനെ കാര്യം പറഞ്ഞോളൂ, അങ്ങനെ ഒരു ബന്ധമല്ല. അങ്ങനെ ഒരു റമദാനിൽ അവൻ്റെ അനുഭവം പറയട്ടെ. റമദാനിൽ അവൻ്റെ വീട് കോഴിക്കോട്ട് നിന്ന് ട്രെയിനിൽ 3/4 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ്. എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി കോഴിക്കോട് അങ്ങാടിക്ക് വന്നു. സാധനങ്ങൾ വാങ്ങി ളുഹർ നിസ്കരിച്ചു. 1 മണിക്കെത്തിയാണ് ട്രെയിന്. ആ ട്രെയിനിന് കാത്തുമ്പോൾ അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്തു കോഴിക്കോട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഒരു 50 മിനിറ്റോ 45 ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഡിലേ ആണ്. അതിൽ വന്നിട്ട് പറഞ്ഞു റമദാൻ മാസമാണ്, 1 മണിക്കൂറോളം ഡിലേ ആണ്, റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിൽക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ളുഹർ നിസ്കരിച്ച പള്ളിയിൽ കുറച്ചു നേരം പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെ ളുഹറിന് ശേഷം ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. റമദാനിൽ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ചില പള്ളിക്ക് ക്ലാസ് ഉണ്ടാവുമല്ലോ. ആ ക്ലാസ്സിൽ അന്ന് ക്ലാസ് എടുത്ത ഉസ്താദ് 10-35 മിനിറ്റ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എന്ന് ക്ലാസ് പറഞ്ഞിരുന്നത്. അദ്ദേഹം നബിയും ഖുർആനും ഹദീസും ഉമ്മാനോടും വാപ്പാനോടും എങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞതിന് ശേഷം സഹാബാക്കൾ വാപ്പാനും ഇമ്മാനും എങ്ങനെയാണ് നോക്കിയത് എന്ന് അദ്ദേഹം ഓരോ സംഭവങ്ങൾ ഹദീസുകൾ ഉദ്ധരിച്ചിങ്ങനെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാപ്പാനെ ഷോൾഡറിൽ വഹിച്ച് പ്രവാചകന്റെ അടുക്കൽ വന്ന് സംശയം തീർത്തതടക്കം. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹ് ഞാൻ എൻ്റെ വാപ്പാക്ക് നടക്കാൻ കഴിയാത്ത വാപ്പാനെ ഏറ്റിയിട്ടാണ് വാപ്പാന്റെ തവാഫ് ഉംറ കർമ്മം മുഴുവൻ പൂർത്തിയാക്കിയത്, എനിക്കെൻ്റെ വാപ്പാൻ്റെ ഉമ്മാടുള്ള കടമ പൂർത്തിയായോ എന്ന് ചോദിക്കുമ്പം 2 വർഷം മുലപ്പാൽ നൽകിയതിൻ്റെ കടം പോലും പൂർത്തിയായിട്ടില്ലടാ, എന്നിട്ടാണോ ഈ വന്നിട്ട് ചോദിക്കണമെന്നുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകടക്കം. ഒരു മാലയിലെ മുത്തുമണികൾ അടർന്നു വീഴുന്നത് പോലെ ഒന്നിന് പിറകെ ഒന്നൊന്നായി ബാപ്പാനും ഇമ്മാനും നോക്കുകയും 27 അസ്ഥി പൊട്ടുന്ന വേദനയിൽ ഓരോ ഗർഭധാരണം നടത്തുകയും ആ സമയത്തൊരു ഉമ്മ അനുഭവിക്കണ വേദനയും ആ സമയത്തൊരു ബാപ്പയുടെ നെഞ്ചിൽ പൊട്ടിയ പ്രാർത്ഥനയടക്കം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞ വാക്ക് എനിക്ക് പള്ളിക്കെന്ന് ഇങ്ങനെ കരച്ചിൽ വന്നു, എൻ്റെ കയ്യും കാലും ഇങ്ങനെ വറക്കാൻ തുടങ്ങി, ഞാൻ എങ്ങോട്ടാ പോണെന്ന് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ് ട്രെയിൻ കയറി വീട്ടിലെത്തി 5 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എൻ്റെ വാപ്പാട് അങ്ങോട്ട് പോയി ഞാൻ സലാം പറഞ്ഞു. നോമ്പ് തുറന്നു. തറാവിസ്കാരത്തിന് ശേഷം ഞാൻ പള്ളിക്കരിന്നിട്ട് അള്ളാഹിനോട് 10 മിനിറ്റോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പടച്ചോനെ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം നൽകണമേ, അള്ളാഹുവേ ഇത്രയും കാലം ഞാൻ അവരോട് പെരുമാറിയതിന് നീ എന്നെ ശിക്ഷിക്കരുതേ. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് ചോദിക്കാൻ, ഇതൊരു ഉണ്ടാക്കിയ സംഗതിയല്ല, അനുഭവം പറയാണ്. 23 വയസ്സ് വരെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ വാപ്പയും അവൻ്റെ ഉമ്മയാണ്. അവൻ മിണ്ടാത്തത് വാപ്പാനോടാണ്, മിണ്ടാത്തത് ഉമ്മാനോടാണ്. അവൻ്റെ ഏറ്റവും വലിയ ദേഷ്യം വാപ്പാനോട് ഉമ്മാനോടാണ്. അത് മാറാൻ ഇനി പ്രായം വെച്ചിട്ട് ഇങ്ങനെ പറയാം, 10 വയസ്സ് പോട്ടെ, 13 കൊല്ലത്തെ അവൻ്റെ മനസ്സിലെ ദേഷ്യം മാറാൻ, അവൻ്റെ നിലപാട് മാറാൻ എത്ര സമയമെടുത്ത്? 35 മിനിറ്റ്. എന്തേ 35 മിനിറ്റ് കൊണ്ട് സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ദീൻ ഹൃദയത്തിലിറങ്ങി. നമ്മുടെ മക്കൾ, രക്ഷിതാക്കളെ, നമ്മൾ വീട്ടിൽ നിന്ന് പോയാലും വാതിൽ കുറ്റിട്ടിട്ട് തോന്നിയാസം ചെയ്യാൻ മനസ്സും ശൈത്താനും പറയുമ്പോഴും പേടിച്ച് ഫോൺ ഇട്ടാണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന കുട്ടികൾ എനിക്കറിയാം. ഒറ്റ കാര്യമുള്ളൂ, വാപ്പല്ലമ്മല്ല. വയറുവേദന പറഞ്ഞ പോലെ കല്യാണത്തിന് പറഞ്ഞു വെച്ചാൽ റൂമിലിരിക്കുമ്പോൾ പടച്ചോനെ മിഞ്ഞാന്ന് ഖുത്ബീന്ന് മൗലവി 2ാം ഖുത്ബിലാണല്ലോ പറഞ്ഞത്, യഅലമു ഖായിനത്തൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൻ്റെ ചാഞ്ചാട്ടവും അള്ളാഹ് അറിയുന്നുണ്ട്. യൗമത്തുബില സറായിർ, പബ്ലിക്കാക്കി പടച്ചോൻ ഒറ്റക്കിരുന്ന് കണ്ടത് മുഴുവൻ അള്ളാഹു പരലോകത്ത് പബ്ലിക്കാക്കി കാണിച്ചു കൊടുക്കുന്നുള്ള മിമ്പർമെന്ന് പറഞ്ഞില്ലേ. പടച്ചോനെ ബാപ്പാനും ഇമ്മാനും മാറ്റാം, പടച്ചോൻ എന്താ കാട്ടുക എന്ന് ആലോചിച്ച് ആരുമില്ലാത്തയിടത്ത് ഹറാമെന്ന് മാറിക്കണ കുട്ടികളെ നമുക്ക് അനുഭവമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, ഹൃദയത്തിൽ ദീനുണ്ടോ മാറും. ഹൃദയത്തിൽ ദീന് പ്രവേശിപ്പിക്കാൻ നല്ലവരായ പ്രവാസികളായ വാപ്പാരന്മാരെ എന്താ പരിഹാരം നമ്മൾ ആലോചിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിദ്യാഭ്യാസം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം
അവർ നല്ല കുട്ടികളാവില്ല. ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, SSLCക്ക് 1ാം റാങ്ക് കിട്ടിയൊരു മുസ്ലിം പെൺകുട്ടിക്ക് 1ാം റാങ്ക് കിട്ടി. നമ്മുടെ നാട്ടിൽ MGM സംസ്ഥാന സമിതി ആ കുട്ടിക്ക് അവാർഡ് കൊടുത്തിരുന്നു. ആ കുട്ടിൻ്റെ നമ്മളൊരു പ്രോഗ്രാം 5-6 കൊല്ലത്തിന് ശേഷം ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ ഈ കുട്ടീനെ ആലോചിക്കാൻ, SSLCക്ക് 1ാം റാങ്ക് കിട്ടിയ മുസ്ലിം പെൺകുട്ടിട്ടോ തെരഞ്ഞ് വീട്ടിൽ ചെന്നു. മോളെവിടെ ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചു. എന്താ മറുപടി അറിയോ? പഠിക്കാൻ വേണ്ടി പോയി, അവിടുന്ന് മറ്റൊരാളുടെ കൂടെ UK പോയി, ഞങ്ങളേറ്റ് യാതൊരു ബന്ധമല്ല, ആരുടെയൊക്കെയോ കൂടെ ജീവിക്കുന്നു എന്നറിയുന്നു. 1ാം റാങ്കാണ്. ഞാൻ അതെന്തിനാ പറഞ്ഞറിയോ? പഠനത്തിൻ്റെ കൂടെ ദീൻ കൊടുത്തിട്ടില്ലെങ്കിൽ പഠനം പോലും വേസ്റ്റ് ആവും. നമുക്ക് തിരിച്ചറിവ് രക്ഷിതാക്കളെ ദയവ് ചെയ്തിട്ടുണ്ടാകണം, ഉമ്മാരെ ദയവ് ചെയ്തിട്ടുണ്ടാകണം. നമ്മുടെ കുട്ടികൾ ഹറാമെന്ന് പിടിച്ചിക്കണമെങ്കിൽ, ഇപ്പം ഞാൻ ലളിതമായിട്ട് പറയാം, ഇപ്പം ഒരു ഫോണ്, ഇപ്പം ഇത് എൻ്റെ കയ്യിലെ ഇതൊരു ഫോണായിരിക്കും, നമ്മളെ ഫോൺ. എൻ്റെ കുട്ടിക്ക് നട്ടപ്പാതിരക്ക് ഒരു ചങ്ങാതി വിളിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം വാപ്പാര്, നമുക്ക് ഇവിടെ നിന്നിട്ട് ആദ്യം ഉണ്ടാകാനല്ല, ആദിക്ക് പരിഹാരം ഉണ്ടാകാനാണ്. ഉമ്മാരെ ആദിക്ക് പരിഹാരം ഉണ്ടാകാനാണ്. നമ്മുടെ പെൺകുട്ടിക്ക് നട്ടപ്പാതിരക്ക് 11 മണിക്കോ 11:30 ഒരാൾ വിളിക്കണു. ഒരു മൊബൈൽ ഫോണിൽ 2 സ്വിച്ചാണ് ഉണ്ടാകുക, 2 സ്വിച്ച്. ആ കോള് വരുമ്പോൾ ഒന്നുകിൽ ഗ്രീൻ ബട്ടൺ നെക്കിയിട്ട് ആ കോൾ എടുക്കണം. പറഞ്ഞു വന്നത്, നമ്മുടെ മകൾക്ക് നട്ടപ്പാതിരക്ക് കോള് വരുന്നു. നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ റൂമിലല്ല, വാതിൽ കുറ്റിയിട്ടിട്ടാണ് അവർ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത റൂമിലാണ് അവർ കിടക്കുന്നത്. ഞാനതൊരു പോസിബിലിറ്റിയും സത്യസന്ധമായ യാഥാർത്ഥ്യം പറയട്ടോ. നമ്മുടെ കുട്ടിക്ക് കോള് വരുന്നു, ഏതോ ഒരു തോന്നിവാസിയായ ഒരു ചങ്ങായി വിളിക്കുകയാണ്, അത് നമ്മളെ മോൾക്കറിയാം. ആ ഫോണിൽ 2 ബട്ടണാണുള്ളത്, ഒന്ന് ഗ്രീൻ ബട്ടണാണ്. ആ ഗ്രീൻ ബട്ടൺ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കാൻ, ആ അവിഹിതമായ കോൾ എടുക്കാൻ നമ്മളുടെ പെൺകുട്ടിക്കും, ഞാൻ പെൺകുട്ടിയുടെ ഭാഗം, പെൺകുട്ടിക്ക് 3 ആളുകൾ പ്രേരിപ്പിക്കും. 3 ആൾക്കാർ. ഒന്ന് ശൈത്വാൻ, എടുത്തടി, കുഴപ്പല്ലടി, ശൈത്താൻ പറയും. 2, നമ്മുടെ പെൺകുട്ടിയുടെ മനസ്സ്, ഇന്നന്നഫ്സല അമ്മാറത്തുമ്പി സൂഇൻ, തെറ്റിനോട് മനസ്സ് അങ്ങോട്ട് ചായും. എന്നിട്ട് പറയും കുഴപ്പമില്ല, എല്ലാവർക്കും ഉണ്ട്, അതൊരു ചെറിയ ടൈം പാസ് ആക്കി എടുത്താൽ മതി, അങ്ങനൊന്നും ഇല്ലാത്തവരാരുമില്ല എന്ന് ശൈത്വാനീയത്തിന്റെ പ്രേരണ കൊണ്ട് മനസ്സും ചായും. ശൈത്താൻ നമ്മുടെ കുട്ടിനോട് ആ കോൾ എടുക്കാനാട്ടാ പറയാ, മനസ്സ് നമ്മുടെ കുട്ടിനോട് ആ കോൾ എടുക്കാനാട്ടാ പറയാ. 3, അതിനെ പറ്റി ഏതെങ്കിലും ഒരു തോന്നിയാസി പെൺകുട്ടിയും കൂടി ഉണ്ടാവും. സീരിയലൊക്കെ കണ്ട് വളർന്നേ, എടി ഒരുപാട് പെൺകുട്ടികളുടെ ഇടയിൽ ഓന് എൻ്റെ നമ്പർ മാത്രം എടുത്തിട്ട് എന്നെ വിളിക്കണമെങ്കിൽ എന്നോട് എത്ര ഇഷ്ടം ഉണ്ടാവും. സീരിയൽ കണ്ട് വളർന്നാണ്, പൈങ്കിളി സാധനമാണ്. ഓൻ 8 ആൾക്ക് വിളിക്കുന്ന ഗ്യാപ്പിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിന ഗ്യാപ്പിൽ അത് ഇങ്ങോട്ട് ഓളെന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞിട്ട് ശൈത്വാൻ, മനസ്സ്, തോന്നിവാസിയായ കൂട്ടുകാരി, 3 ആളും നമ്മുടെ കുട്ടിനോട് കോൾ എടുക്കാനും ആ അവിഹിത ബന്ധം തുടരാനേ പറയുള്ളൂ. നമ്മളെന്താ വിചാരിക്കണത്? നമ്മളെ കുട്ടി റെഡ് ബട്ടൺ നെക്കണം, അല്ലെങ്കിൽ വാപ്പാ എന്താ എനിക്ക് ഈ നമ്പറിൽ നിന്ന് കുറേ നേരമായിട്ട് കോള് വരുന്നുണ്ടെന്ന് പറയണം. ഇത് പറയാൻ നമ്മുടെ കുട്ടിക്ക് എന്താ കിട്ടേണ്ടി? നിങ്ങൾ പറയാം, എന്താ കിട്ടേണ്ടി? ഒറ്റ കാര്യം കിട്ടേണ്ടി. എന്താ അറിയോ? അള്ളാന്റെ ദീന്. പടച്ചോനെ, എൻ്റെ കൂട്ടുകാരി നിർബന്ധിക്കുന്നുണ്ട്, ആരും കാണുന്നില്ല. ശൈത്താൻ എന്നോട് എടുക്കാം, ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ ഒരു നല്ല ബന്ധത്തേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഇതൊരു അവസാനം വരുമ്പോൾ ബാപ്പാടും മാളെ പറയാം, ഇതൊക്കെ എന്നെ പ്രേരിപ്പിക്കുമ്പോഴും അള്ളാഹു എന്നോട് പറഞ്ഞിക്കണല്ലോ, പടച്ചോ എന്നോട് പറഞ്ഞിക്കണല്ലോ, വഹുവ മഅക്കും ഐനമാ കുൻതും, ആരു കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന് അള്ളാഹ് എന്നോട് പറഞ്ഞിക്കണല്ലോ. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, വാതിലുകൾ കുറ്റിയിട്ട് കർട്ടനുകൾ താഴ്ത്തിയിട്ട് ഹെഡ്സെറ്റുകൾ ചെവിയിൽ തിരുകി പുതപ്പിട്ട് മൂടി ആരും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ആൾക്കാരും ബാപ്പാനും മാനൊക്കെ പറ്റിക്ക,
അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് നമ്മളെ കുട്ടിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ അവൾ കട്ട് ചെയ്യും. നമ്മളാഗ്രഹം അവൾ കട്ടു ചെയ്യണം എന്നാണ്. അതിന് അള്ളാഹ് പറഞ്ഞത് അവൾക്ക് ദീന് വേണമെന്നാണ്. ആ ദീനിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് ക്ലാസ്സിന് പറഞ്ഞേക്കലാകാം, സ്നേഹത്തിൽ ഉപദേശിക്കലാകാം, നമ്മളവരെ നിസ്കാരമടക്കമുള്ള കാര്യം മെല്ലെ 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 അവരോട് ഇഷ്ടത്തോടുകൂടി ചെറിയ നിർബന്ധിക്കലാകാം. എന്തുമായിക്കോട്ടെ, ദീന് ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലേ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നമ്മൾക്ക് കൈവിട്ടു പോകും. ഞാൻ നിരാശപ്പെടുത്താനേ അല്ല പറയണത്. നിസ്കരിക്കാത്ത മക്കൾ നിസ്കാരത്തെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കണ നമ്മളെ വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയല്ലേ ഹറമിലെ നമ്മളെ യൂട്യൂബിൽ പ്രസിദ്ധമായ സുദൈസിയുടെ ഒരു ഖുത്തുബുണ്ട്. അറബി, എനിക്ക് തോന്നുന്നു അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ അടിയിൽ ഒരു സുദൈസി ഭയങ്കര വൈകാരികമായ സുദൈസി ഇമാമിൻ്റെ ഖുത്തുബയാണ്. അതിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിലുണ്ട്, ഒരു 4 മിനിറ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞു പറയട്ടോ. അദ്ദേഹം ഇങ്ങനെ സാധാരണ അങ്ങനെ നോക്കിയിട്ടാണല്ലോ പറയാ. ആ കൂടുതൽ രക്ഷിതാക്കളെ, ബാപ്പമാർ, അയ്യുഹൽ ആബാ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര വൈകാരിയാണ്. വാപ്പാരെ, ഉമ്മാരെ, നിങ്ങളെ കുട്ടികൾ നിങ്ങളെ വീട്ടിൽ കിടക്കുകയാണ്, നിങ്ങൾ പള്ളിക്കൊക്കെ പോവുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ നിസ്കരിക്കാതൊക്കെയാണ്, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ പുണ്യത്തെ പറ്റി പറയാണ്. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയുക, അത് കണ്ടിട്ടും നിങ്ങൾക്ക് സങ്കടമില്ലെങ്കിൽ, അത് നിങ്ങൾ മനസ്സിൽ നിന്ന് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ, അതിനു വേണ്ടി അല്പം ഒരു ത്യാഗം നിങ്ങൾ ചെയ്യാൻ റെഡിയല്ലെങ്കിൽ, നിങ്ങൾ നരകത്തിലേക്ക് വേണ്ടി നിങ്ങളുടെ മക്കളായി ഓരോ വിറക് കൊള്ളിയെ നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണ്. സുദൈസി ഇമാമിന്റെ വാക്കാണ്. അദ്ദേഹം ആയത്തോതിയാണ്, ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ വഇദ്ദത്തുൽ കാഫിരീൻ. ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലത്തി വഖൂദുഹന്നാസ്, ആ നരകത്തിനെ നരകം കത്തിക്കാൻ അള്ളാഹു ഇന്ധനമാക്കി വെച്ചത് ഒന്ന് വലിയ പാറകളെയാണ്. ആ പാറകൾ നരകത്തിന്റെ തീജ്വാലയിലേക്ക് ഇടുന്ന സമയം പൊടുന്നനെ സെക്കൻഡുകൾ കൊണ്ട് അത് പൊട്ടി തകർന്ന് തരിപ്പണമായി പുറത്തേക്ക് തെറിക്കും. 2, ഒരു പാറയുടെ 10,000-ൽ1 ഭാഗം പോലും ഇല്ലാത്ത സൂചി കൊണ്ട് കുത്തിയാൽ വേദനിക്കുന്ന ഈ ശരീരമാണ്, അഥവാ അവനവന്റെ മക്കൾ നരകത്തിന്റെ വിറക് കൊള്ളിയായി നിങ്ങൾ അട്ടിക്കാക്കിയിട്ട് വളർത്തുകയാണ്. നിങ്ങൾക്ക് എന്തേ ഹൃദയം നുറുങ്ങാനായില്ലേ? സഹോദരങ്ങളെ, ആ വാചകം നമ്മളോട് ചോദിക്കുക. നമ്മൾ ദീനിയായി ജീവിക്കണു, അൽഹംദുലില്ലാ. പക്ഷെ നമ്മുടെ കുട്ടികൾ നമ്മൾക്ക് കൈവിട്ടു പോകരുത്. നമ്മൾ പ്രവാസ ജീവിതം കഷ്ടപ്പാടും നൊമ്പരമായിട്ട്, എനിക്ക് പറയാൻ അത്രയും ഹൃദയത്തിൽ നിന്ന് പറയാൻ അത്രയും സങ്കടത്തിൽ ജീവിക്കണവരുണ്ട്. നാട്ടിക്കൊന്ന് പോകണമെന്ന് ആഗ്രഹിക്കണവരുണ്ട്. ബാപ്പാനിമ്മാനി കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ട്. അവനാന്റെ കുട്ടിന്റെ കല്യാണം സന്തോഷത്തിൽ നടത്തുന്ന ആഗ്രഹിക്കണവരുണ്ട്. കഴിയാതെ പോകുന്നതിന്റെ കാരണം ഭക്ഷണം കൊടുക്കാത്തതല്ലല്ലോ വാപ്പാരന്മാരെ, പഠിപ്പിക്കാത്തതുകൊണ്ടാണോ? ആണോ? പ്രവാസികൾ മക്കളെ പഠിപ്പിക്കണം. അത്ര ആരാ പഠിപ്പിക്കണ്? നിങ്ങൾ പറയും നാട്ടിൽ ഇങ്ങക്കായിട്ട് വേറെ സ്കൂൾ സ്ഥാപനം, NRI കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്, വേറെയാണ്. എന്നിട്ടെന്തേ കുട്ടികളെ പോലും നമ്മളെ സ്നേഹിക്കാത്തത്? എന്നിട്ടെന്താ എന്റെ വാപ്പ എന്റെ അമ്മയും ബാപ്പ ഇങ്ങനെ നോക്കണത് എനിക്ക് വേണ്ടിയിട്ടാണ്, അതെങ്കിലും എന്താ പോലും തിരിച്ചറിയാത്തത്? അത് തിരിച്ചറിയാൻ ഭക്ഷണം കൊണ്ട് കഴിയില്ല, വസ്ത്രം കൊണ്ട് കഴിയില്ല, ടൂർ പറഞ്ഞുകൊണ്ട് കഴിയില്ല, അതൊക്കെ ഉണ്ടാണ് കേട്ടോ. ദീന് കൊണ്ടേ കഴിയുള്ളൂ. ആ ദീൻ നമ്മൾ അവർക്ക് എത്തിക്കണം. അതിന് നമ്മുടെ സെന്ററുകളിൽ ഇപ്പം മാസത്തിലൊരിക്കൽ നമ്മൾ കുട്ടികളെ ക്ലാസ് തുടങ്ങി, അതിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കണം. നമ്മുടെ സെന്ററുകളിൽ 10 കുട്ടിയൊക്കെ മെല്ലെ തുടങ്ങണം. ആർക്കെങ്കിലും അറിയണേ ഓരോ ചെറിയ മാഷം വരച്ച് മെല്ലെ തുടങ്ങണം. അവർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊടുത്ത സമയം മാറും. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം, ഇതൊരു നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടി പറയാം. പാലക്കാട് ജില്ലയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. എഞ്ചിനീയറിംഗ് കുട്ടിയൊക്കെ ക്ലാസ് എടുത്ത്. അപ്പം ആ ക്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 19 കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ടാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. അപ്പം അന്നതാ വിഷയം പറഞ്ഞിനി. ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് മുന്നിൽ ഇത്ര താടി കണ്ടൊരു ചങ്ങായി, നല്ല സ്റ്റൈല് ചക്കൻ, എഞ്ചിനീയർ, ഇങ്ങനെ ഓൻ്റെ കൂടെ വന്നിട്ട് ഓനാണ് വിളിച്ചിരുന്നത്. ഓൻ ഒരു ഫോൺ ഇങ്ങനെ എടുത്താണ്ട് എന്നോട് വെച്ചു, മൗലവി ഞാൻ ഒരു കാര്യം കാണിച്ചാൽ അത് ആരാ നിങ്ങൾ പറയുക? ആയിക്കോട്ടെ. ഒരു ഫോട്ടോ കാണിച്ചു തന്നു. അപ്പോൾ കുറച്ചൊരു 8 കൊല്ലം മുന്നേക്ക് പെണ്ണിക്ക് ആലോചിക്കണം കേട്ടോ, അന്നത്തെ പറഞ്ഞത്. ഇങ്ങനെ ഫോൺ വാൾപേപ്പറിലുണ്ട് ഒരു ചങ്ങായി, ഒരു പച്ച ഷർട്ട്, ഒരു വെള്ള പാൻറ്, ഇൻഷേർട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു ദേശീയ പതാക അടിച്ചിട്ട മാതിരി ഒരു സാധനം ഇങ്ങനെയൊക്കെ ആയിട്ട്
അന്നത്തെ സ്റ്റൈൽ ഉണ്ടല്ലോ, മുടിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചാണ്ട് അതിനുള്ള കളറൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ 3 ബിയറിന്റെ കുപ്പി മുന്നിൽ വെച്ചിട്ടുള്ള സെൽഫി ഫോട്ടോ. ഇതാരാന്ന് അറിയോച്ച്. സത്യത്തിൽ ഞങ്ങളോട് പറയും, എൻ്റെ നെഞ്ചു കൂടെ ഒക്കെ പറഞ്ഞ സാധനം പോയി. കാരണം എൻ്റെ വല്ല കുടുംബക്കാരനെറ്റിയാണ്. കാരണം അങ്ങനെയുള്ളത് കാണിക്കുക. ക്ലാസ് തുടങ്ങും വരെ ഇത് മുണ്ടൂല. കാരണം അപ്പം മാനം കെടുത്താൻ കഴിയൂലല്ലോ. കഴിഞ്ഞിട്ട് ക്ലാസ് ഒന്നും കുഴപ്പമില്ല, ഇത് ആരാ നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങളെ എളാപ്പാൻ്റെ കുട്ടിയാണ്, ആദ്യം ഓനെ പോയിട്ടൊന്ന് ശരിയാക്കുക. അത് പറയാനാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശീലിച്ചതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് വേറെ വിഷയം മാറ്റേനി. ഏത് നൂഹി നബിയുടെ കുട്ടിയും പേച്ചു പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയ നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ലല്ലോ. അപ്പം എന്താ അപ്പം ഇത് 3 ഞാൻ മൂത്താപ്പ വഴി കുറേ നോക്കി. ഏത് പഠിച്ചാൽ ഇത് ആരെങ്കിലും ഉണ്ടോ, അമ്മോനും നമ്മൾ സോർ മൗലവിയൊക്കെയാണ് കുറേ കുട്ടികളുണ്ടായിരുന്നത്, ഏതാണ് എങ്ങനെ നോക്കിയിട്ടിത് ആകണില്ല. അപ്പം ഞാൻ അവനോട് വളരെ കുറച്ചൊക്കെ പേടിയിലും പറഞ്ഞ സത്യത്തിലടാ എന്താ എനിക്കിത് ആരാ മനസ്സിലായില്ല. അതിൽ വന്നിട്ട് പറഞ്ഞു, മൗലവി 8 മാസം മുന്നത്തെ ഞാനാണ് കേട്ടോ അത്. ഞാൻ ഓനങ്ങനെ നോക്കി, ഓണ്ട് ഇത്ര താടിയൊക്കെ വെച്ച് ഓനാണ് ക്ലാസ് അങ്ങ് കഴിപ്പിച്ചത്. നമുക്ക് ശരിക്കും അല്ല ഇപ്പം എന്താണ് ഒരു രോമാഞ്ചം എന്ന് അറിയില്ലേ, ദീന് കൊണ്ട് നമുക്കുണ്ടാണ്. അപ്പോൾ ഞാൻ എന്താണത്. അതിലോ വന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ തിരിച്ചു പോകാതെക്കാൻ വാൾപേപ്പറാക്കി വെച്ചതാണിത്, ഞാൻ തിരിച്ചു പോകാതെക്കാൻ. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു 5-8 മാസം മുന്നേ പാലക്കാട് നിങ്ങൾ ഒരു ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ടില്ലേനോ, അതിൽ എൻ്റെ കൂട്ടുകാരന്മാർ വന്നിട്ട് പറഞ്ഞ്, എടാ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് പോകണ്ടേ, നമുക്ക് പാലക്കാട് കോട്ട കാണാം. നമ്മളങ്ങനെയാണല്ലോ, കടപ്പുറത്ത് വെക്കണ അതിനാണല്ലോ, കടലാണാൻ പോകാറുണ്ട്, എല്ലാവരും വണ്ടി കയറ്റി കൊണ്ടുപോകാമല്ലോ. അതേമാതിരി എന്താ കോട്ട കാണാൻ പറഞ്ഞിട്ട് ഇന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഹാള് നല്ല തണുപ്പും പുറത്ത് നല്ല ചൂടും അങ്ങനെയുണ്ടാവും. ഈ പാലക്കാടിൻ്റെ പ്രശ്നം അതാണ്. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഞാൻ ഹാളിൽ എന്ത് ചെയ്തു, അകപ്പെട്ട് കുറച്ച്. അപ്പോൾ ഒക്കെ എന്നോടും പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം, വെയിലാറട്ടെ എന്നോ പറഞ്ഞു. ഞാൻ 2 ചെവിയിലും ഹെഡ്സെറ്റ് വെച്ച് പാട്ടുറക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് കേൾക്കുന്നത്. എനിക്കത് കേൾക്കന്നെ വേണ്ട, എനിക്കത് കേൾക്കണം. ഞാൻ ഇതിങ്ങനെ വെച്ച് അവിടെ ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ മടുക്കുമല്ലോ അങ്ങനെ, ഞാൻ അങ്ങനെ ഊരിനിടക്ക്. അപ്പോൾ ഞാൻ കേട്ടൊരു 1-2 വാചകം എനിക്കിങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ അത് ഞാൻ വീണ്ടും പിന്നെ ഇങ്ങനെ എനിക്കതിങ്ങനെ ഒരു കേൾക്കണം എന്ന് പോയി. പിന്നെ ഞാൻ കുറച്ചു നേരം പാട്ട് കേൾക്കും, പിന്നെ അതിങ്ങനെ കേൾക്കും. 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് സംസാരിക്കണ പോലെ അദ്ദേഹം വളരെ ഹൃദയസ്പർക്കായി, വളരെ ഹൃദയത്തോടു കൂടി നമ്മുടെ നന്മകളെ എണ്ണിപ്പറഞ്ഞ് നമ്മളാകേണ്ടതിനെ കുറിച്ച് പറഞ്ഞ് അവസാനം ഒരു പരലോകത്തിൻ്റെ ക്ലാസ് കൂടി കേട്ടപ്പം സത്യത്തിൽ മൗലവി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കണ്ണെന്നൊക്കെ പട വെള്ളം വന്ന് ഞാൻ 2-3 ദിവസം കൊണ്ട് മെല്ലെ നിസ്കാരം ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങി. ഞാൻ മെല്ലെ ഇങ്ങനെ തുടങ്ങി. ഇപ്പോൾ ഞാൻ സുബഹിക്ക് അവിടെ റൂമുണ്ട്, പള്ളി എടുത്തില്ല, റൂമുണ്ട്. ഞങ്ങൾ ചോദിച്ചോളൂ റൂം ഉണ്ടായിക്കണം. ഞങ്ങളിങ്ങനെ പോകും. എൻ്റെ കൂടെ ഒരു 10-20 ആൾക്കാരും കൂടി സുബഹിക്ക് ഉണ്ടാവും. ഇന്ന് ഞാൻ സുന്നത്ത് നിസ്കരിക്കാൻ പരമാവധി റൂമിൽ ഞാൻ മുസല്ലിട്ട് നിസ്കരിക്കും. അതെന്തിനാണ് മൗലവി, 3 കൊല്ലം ഞാൻ ബിയർ കുടിച്ച അതേ സ്ഥലത്ത് ഞാൻ മുസല്ലിട്ടിപ്പോൾ നിസ്കരിക്കുകയാണ്. അതിൻ്റെ ഒരു പടച്ചോനോട് എനിക്ക് തിരിച്ചു പറയാം, പടച്ചോനെ ഞാൻ നന്നായപ്പം അതേ സ്ഥലത്ത് ഞാൻ ദീനിയാകാതിരുന്ന സ്ഥലത്ത് ഞാൻ ദീനിയായി ജീവിച്ചിരിക്കണം പടച്ചോനെ എന്ന് പറയാൻ. നിങ്ങൾ മാറുമോ? നിങ്ങൾ പറയും മാറും. നിങ്ങൾ ഏത് കുട്ടീനും ഇന്നല്ലെങ്കിൽ നാളെ മാറും, ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടി മാറും. കാരണം അവർ നമ്മളെ കുട്ടികളാണ്, മുസ്ലിമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ബേസിക് സ്വർഗത്തിന് വേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയവരാണ്. അതിന്റെ മുകളിൽ അറിയാതെ അബദ്ധമോ അപക്വതയോ പല കാരണങ്ങൾ കൊണ്ട് അവർ തെറ്റി ജീവിക്കുകയാണ്. പക്ഷെ ശരിയിലേക്ക് വരണമെങ്കിൽ അവർക്ക് അള്ളാഹ് പറഞ്ഞ സൊല്യൂഷനാണ്. വണ്ടി ഓടണമെങ്കിൽ അതിൽ ഡീസൽ നിറക്കണം, മണ്ണെണ്ണ നിറച്ചാൽ പോരാ. പച്ചവെള്ളം പാരുന്ന പോരാ, അവിടെ ഒരു ദ്വാരമുണ്ട്, അതിക്ക് എന്തെങ്കിലും വെള്ളം പാരുന്നാൽ പോരാ, അതിന് ഈ ഡീസൽ പാരണം. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മുടെ കുട്ടിക്ക് പിഴവ് സംഭവിക്കുമ്പം നിൽക്കുമ്പം സ്വർഗത്തിന്റെ വഴിയിൽ അവർ സ്റ്റക്കായി നിൽക്കുമ്പം ദീനാകുന്ന ഇന്ധനം നിറച്ചു കൊടുക്കണം. അതിന് ഉപദേശങ്ങളാകാം, എന്താണോ പറ്റുന്നത്, യൂട്യൂബിലെ ക്ലാസ് ആകാം, ചെറിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കലാകാം, നമ്മൾ അവരെ ദീനിന്റെ മാർഗത്തിൽ വിളിച്ചു കൊണ്ടുവരലാകാം. അല്ലെങ്കിൽ ഞാൻ ആ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബോധ്യപ്പെടാൻ വേണ്ടി രക്ഷിതാക്കളെ പറയാണ്, എന്ത് നിങ്ങൾ ദുനിയാവിൽ കൊടുത്തോളിൻ, ദീന് കൊടുത്തില്ലേ ആ കുട്ടിക്ക് തിരിച്ച് സ്നേഹിക്കണം എന്നില്ല. എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ പഠിക്കുന്ന ഒരു കുട്ടി സംശയ നിവാരണം ഉണ്ടേനി ഇങ്ങോട്ട് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ കേട്ട ശരിക്ക്
നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികൾ നല്ല കുട്ടികളാട്ടോ, നല്ല കാലിബറുള്ള കുട്ടികളാണ്. പക്ഷെ അവർ ചിന്തിച്ച ചിന്തയെ ഒരിക്കൽ പോലും ഞാൻ കുറ്റപ്പെടുത്തല്ല. പക്ഷെ അവർ ചോദിച്ചതിന് നമ്മൾ അന്തം വിട്ടു നിൽക്കും. ആ കുട്ടി ചോദിച്ച്, സാറേ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, എന്തേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, സാറിനോട് ഞാൻ 2 കാര്യം ചോദിക്കട്ടെ ചോദിച്ചു. ഞാൻ ആയിക്കോട്ടെ. എന്നോട് ഫസ്റ്റ് ചോദിച്ചത് എന്താ പറയുക, അത് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാം. അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു തരണം. ഒന്നിച്ചാണ് എന്നോട് ചോദിച്ച ചോദ്യം, ആ കുട്ടി ചോദിച്ച ചോദ്യം നമ്മുടെ മക്കൾ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്നോട് പറഞ്ഞു, സാറേ കണ്ണൂർ ജില്ലയെന്ന് മനസ്സിലായത് എനിക്ക് എൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ ചോദിച്ചതാട്ടോ, ആ സ്ലാങ് ഒന്നും എനിക്ക് കിട്ടില്ല, പക്ഷെ എൻ്റെ ഭാഷ അങ്ങനെ. സാറേ മണ്ട പോയ തെങ്ങ് സാറ് തടം തുറന്ന് വളമിട്ട് കൊണ്ടടക്കു ചോദിച്ചു. എന്നാണ് ഇടിവാള് തട്ടിയിട്ട് ഒരു തെങ്ങ് മോള് ആകെ പിടുത്തം വിട്ടിക്കണം, ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി നിൽക്കുകയാണ്. അത് സാറ് 750 ഉറുപ്പ്യക്ക് പണിക്കാരനെ കൊണ്ടുവന്നാണ്ട് 800 ഉറുപ്പ്യക്ക് പണിക്കാരനെ കൊണ്ടുവന്നാണ്ട് തടം തുറന്ന് വേലി കെട്ടി വളവും വെള്ളമിട്ട് സംരക്ഷിക്കോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു. ഓക്കെ സാറേ, എഞ്ചിൻ പോയ വണ്ടി സാറ് പെയിന്റ് അടച്ചാണ്ട് കൊല്ലം പേരൻ്റെ ഉള്ളിൽ വെക്കു വെച്ചിനോട്. എഞ്ചിൻ പോയിക്കൊണ്ട് പിടുത്തം വിട്ടിക്കണ്, അതൊന്നിനും പറ്റൂല. അതങ്ങനെ എന്നാലും വണ്ടിയല്ലേ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ എല്ലാ കൊല്ലം അപ്പോൾ അത് എന്താ പെയിന്റ് അടിച്ചാണ്ട് കൊണ്ടുവന്ന് വെക്കുമോ? ഞാൻ പറഞ്ഞു ഇല്ല. ഓക്കെ സാറേ എന്തുകൊണ്ടാണ് ഇല്ലാത്ത ചോദിച്ചു. ഞാൻ പറഞ്ഞാടാ അത് രണ്ടും പോയില്ലേ, പിടുത്തം വിട്ടില്ലേ. ഓക്കെ സാർ, എൻ്റെ ഉപ്പാക്ക് വയസ്സ് 68 വയസ്സ്. നിങ്ങൾ ക്ലാസ് പറഞ്ഞ പോലെ വാപ്പാനെ ഞാൻ എല്ലാ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ഞാൻ കൊണ്ടുപോകുമ്പം വാപ്പാക്ക് ശ്വാസം മുട്ടും. വാപ്പ ഇങ്ങനെ കിടക്കും. വാപ്പോട് വന്നിട്ട് പിന്നെ പറയും കിതപ്പിനും ശ്വാസം മുട്ടലിനും ഗുളിക വേണമെന്ന് പറയും. ഞാൻ ആശുപത്രി പോകും, 250 ഉറുപ്പ്യ. എൻ്റെ അമ്മാനെ നിങ്ങൾ ഞാൻ ക്ലാസ് പറഞ്ഞ പോലെ എല്ലായിടത്തും കൊണ്ടുപോകും. എന്നെ വളർത്തിയതല്ലേ എന്നൊക്കെയല്ല നിങ്ങൾ പറയണത്. തിരിച്ചൊരു ഉമ്മ പറയും മുട്ടുംകാലിന് ഊരൊക്കെ വേദന, കുഴമ്പ് വേണമെന്ന് പറയും, 200 ഉറുപ്പ്യ. ഒരൊറ്റ പോക്കിന് എനിക്ക് 450 ഉറുപ്പ്യ ചിലവാണ് സാർ. 1 ഉറുപ്പ്യ പോലും ഇങ്ങോട്ടില്ല. സാറങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, ഇടിവാള് തട്ടി മണ്ട പോയ തെങ്ങിനെ സാറ് വളമിട്ട് കൊണ്ടു നടക്കൂല, കാരണം ഉപകാരമല്ല. മുമ്പുണ്ടേന് ഇപ്പല്ല. മുമ്പ് ഉപകാരമുള്ള വണ്ടി ഇപ്പം എൻജിൻ പോയി, നിങ്ങൾ പെയിൻ്റ് അടിച്ച് കൊണ്ടു നടക്കൂല എങ്കിൽ സാർ ഉപകാരമില്ലാത്ത എൻ്റെ വാപ്പാനും ഇമ്മാനും ഞാൻ എന്തിനാണ് 500 ഉറുപ്പ്യ ചിലവാക്കിയിട്ട് നിങ്ങൾ ക്ലാസ് പറഞ്ഞ പോലെ കൊണ്ട് നടക്കേണ്ടത് സാർ? നിങ്ങൾ ഉത്തരം പറഞ്ഞാണ്. അല്ല, ഞാൻ കാര്യത്തിൽ ആ കുട്ടി സത്യസന്ധമായിട്ട് ചോദിച്ചാണ്. ഓന് തമാശയാക്കിയിട്ടോ വാക്കുകൾ അങ്ങനല്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ ചോദിച്ചാണ്. അതിനോടാണ് അവൻ ആദ്യം എന്നോട് ചോദിച്ചത് എന്ത്, ഇതിന് രണ്ടിനും ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരം എന്താ? ഞാൻ അവനോട് പറഞ്ഞു, ആദ്യം അവനോട് പറഞ്ഞു, മോൻ ഞാൻ പറഞ്ഞത് 5 മിനിറ്റാണ് കേൾക്കേണ്ടി, അതാണ് അതിൻ്റെ ഉത്തരം ഉണ്ടാവും. പറഞ്ഞു, മോനെ പരലോകമുണ്ട്. പരലോകത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് ജിഅ്തു മൂന ഫുറാദ കമാ ഖലഖനാക്കും അവല മറ. ഒറ്റക്കൊറ്റക്ക് അള്ളാഹു പരലോകത്തെ നമ്മളെ കൊണ്ടുവരും. അവിടെ ഫരീഖുൽ ജന്ന ഫരീഖുൽ സഅയർ, ഒരു വിഭാഗം ആളുകൾ അള്ളാഹ് സ്വർഗത്തേക്ക് പറഞ്ഞേക്കും, മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹ് നരകത്തിലേക്ക് പറഞ്ഞേക്കും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു വെച്ച 2 മാനദണ്ഡമുണ്ട്. ഒന്ന് റിളല്ലാഹു ഫീ റിദൽ വാലിദൈൻ, ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും തൃപ്തി ഉണ്ടെങ്കിലേ സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹദീസിൽ ദുർബലതയുണ്ടെങ്കിലും ആശയം ശരിയായതുകൊണ്ട് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിനടിയിലാണ് മോനെ സ്വർഗം. സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മാന്റെ തൃപ്തി വേണം. സ്വർഗത്ത് പ്രവേശിക്കണമെങ്കിലോ കിട്ടുള്ളൂ ഉമ്മാനെ കൊണ്ട്, പ്രവേശിക്കണമെങ്കിലോ അൽ അബു ഔസത്തു അബുഅബുൽ ജന്ന, വാപ്പയാണ് സ്വർഗത്തിലെ മധ്യത്തിലുള്ള കവാടം. ഉമ്മാന്റെ തൃപ്തിയും വാപ്പാൻ അനുഗ്രഹം കിട്ടിയാലേ മോനെ സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇനി ആ സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിലോ മോന് പോകാനുള്ളത് നരകത്തിക്കായിരിക്കും. ആ നരകത്തിന് അള്ളാഹ് വെച്ച മാനദണ്ഡം വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അള്ളാന്റെ കോപം കിട്ടുക എന്നാണ് നരകത്തിന് സമാനം. അത് മാതാപിതാക്കളുടെ കോപത്തിലാണുള്ളത്. അതുകൊണ്ട് മോനെ, മണ്ട പോയ ഒരു തെങ്ങ് നോക്കുമ്പോൾ ഉള്ളത് പോലെയല്ല, എഞ്ചിനില്ലാത്തൊരു വണ്ടിയെ നോക്കുന്നത് പോലെയല്ല ഒരു ബാപ്പാനിമ്മാനി നോക്കണേ. ബാപ്പാനിമ്മാനി നോക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, നരകമോചനത്തിന് വേണ്ടിയിട്ടാണ്. വാപ്പാനെ കാണുമ്പം വയസ്സായി തലയിൽ മുണ്ടിട്ട് വേച്ച് നടക്കണ വാപ്പാനെ കാണുമ്പം
ആ നടന്നു പോണത് 75 വയസ്സുള്ള എന്റെ വാപ്പയല്ല, എന്റെ സ്വർഗത്തിലെ മധ്യത്തിലെ കവാടമാണ്. കുമ്പിട്ടെഴുന്നേൽക്കാൻ നടക്കാത്തതും നടക്കുമ്പോൾ കിതക്കുന്നതും ഞാൻ പറയുമ്പോൾ ആവർത്തിച്ച് എന്തേ എന്തേ എന്ന് ചോദിക്കുന്നതും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന 78 വയസ്സുകാരനല്ല, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എന്റെ സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള കവാടമാണ്. ആ അടുക്കളയിൽ നിൽക്കുന്നത് നരമ്പ് പൊന്തിയിട്ടുള്ള 68 വയസ്സുള്ള പർദ്ദയണിഞ്ഞ മാക്സി അണിഞ്ഞ സാധുവായൊരു വെല്ലുമ്മയല്ലത്, അത് പ്രായമായ ഒരു ഉമ്മയല്ല, അതിന്റെ സ്വർഗത്തിന്റെ കാരണമായ താക്കോലാണ്. അത് മനസ്സിലാക്കുമ്പോൾ മോനെ 450 അല്ല 4500 കൊടുത്താലും ബാപ്പാനിമാനി നോക്കണമെന്ന് മനസ്സിലാവും. സോ ആ കുട്ടി അവിടെ നിന്ന് പറഞ്ഞ വാചകം എന്താ അറിയോ? മൗലവി എനിക്കിപ്പം മനസ്സിലായി എന്ത്, ഞാൻ എന്തിനാ ബാപ്പാനിമാനി നോക്കണത്. ഞാൻ സങ്ങളെ ഇതൊന്നും പറയണത് ഭയങ്കര സംഭവം അങ്ങനെയല്ല പറയണത്, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കൂല, എനിക്കറിയാം. ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷെ ആ കുട്ടിക്ക് എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലെ 4ാമത്തെ വർഷമാണ് അവൻ ആ എഞ്ചിനീയറിംഗ് സ്ഥാപനം. ഞാൻ അപ്പം അങ്ങനെ ആലോചിച്ചു, വണ്ടിയിൽ പോരുമ്പോൾ തിരിച്ചാലോചിച്ചേ, പടച്ചോൻ ആ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആ വാപ്പ നടത്തത്ര ഉണ്ടാവും, കയ്യും കാലും പിടിച്ച് എത്ര ഉണ്ടാവും, എത്ര മനുഷ്യന്മാരൊക്കെ കടം വാങ്ങിയിട്ടുണ്ടാവും. ആ സ്ഥാപനം തന്നെ കിട്ടാൻ വേണ്ടി ആരൊക്കെ മുന്നിൽ അമ്മ കയ്യും കാലും പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഓരോ മാസവും ഓരോ സെമസ്റ്ററിൻ്റെ പൈസയും കൊടുത്ത ആ വാപ്പാനിമ്മാനി നോക്കണമെന്നാണ് ആ കുട്ടി ചോദിക്കണതേ. എന്തേ കാരണം? അവൻ്റെ മനസ്സിൽ ബാക്കിയൊക്കെ ഉണ്ട്, ദീന് വന്നില്ല. ദീനില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ ആകൂല. നമുക്ക് പലരും, ഞാൻ പറയണം, പല മോട്ടിവേഷൻ സ്പീക്കർമാരും വന്നിട്ട് നമ്മളോട് എന്ത് പറയും, നിങ്ങൾ ഓലെ സ്നേഹിച്ചാൽ ഒരു തിരിച്ച് സ്നേഹിക്കും. ശരിയാട്ടോ, ശരിയാണ്. പക്ഷെ നമുക്ക് സ്നേഹം മാത്രം മതിയോ? അല്ല, ഓലിൻ്റെ കൂടെ സ്വർഗത്തിലും കൂടി വേണം. അതാണ് സത്യസന്ധമായ സ്നേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു രണ്ടുപേരിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ അല്ലെ? ബൈത്തുൽ മാലിലെ കാരക്കയുടെ ബൈത്തുൽ മാൽ സക്കാത്തിന്റെ ഓഹരിയിൽ നിന്ന് കാരക്ക എടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉമിനീരടക്കം നാവുമെന്ന് ആ കാരക്ക ഇങ്ങനെ എടുത്തിട്ട് ബൈത്തുൽ മാലിലേക്ക് ഇടുന്നത്. കുട്ടി കരയുണ്ട്, ഹുസൈൻ റളിയല്ലാഹു കരയുണ്ട്. അപ്പം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുട്ടിയല്ലേ, ഓൻ അറിയില്ലല്ലോ. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഉണ്ട്. മറ്റു റിപ്പോർട്ടിൽ രണ്ടുപേരിലും ഇതേപോലെ വന്നിക്കണ്. നോക്കിയാ, ഓൻ എൻ്റെ കുട്ടിയല്ലേ ഓന്, അവൻ കാരക്ക ഞാൻ അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പം അവൻ കരയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ നെഞ്ച് പടിയുന്നില്ല. എൻ്റെ കുട്ടിയല്ലേ, അല്ല അയൽവക്കക്കാരൻ്റെ കുട്ടിയൊന്നല്ല, എൻ്റെ കുട്ടിയല്ലേ. ഓൻ കരയുമ്പോൾ ബാപ്പാന്ന് വിളിച്ച് ഉമ്മാന്ന് വിളിച്ച് കരയുമ്പോൾ എൻ്റെ നെഞ്ച് പടയുന്നില്ലേ. പിന്നെ ഞാൻ എന്തിനാ എടുത്തതെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു അനർഹമായ സമ്പത്ത് നിന്ന് എൻ്റെ കുട്ടി തിന്ന് കണ്ടിട്ട് എന്താടാജ് തടയാഞ്ഞത് നിന്നോട് ചോദിക്കുമ്പോൾ, ഒന്നുകിൽ തിന്നതിൻ്റെ പേരിൽ അവനോ തടയാത്തതിൻ്റെ പേരിൽ ഞാനോ നരകത്ത് പോകുമ്പോൾ, ലോകത്തേറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള നരകത്തിൻ്റെ തീജ്വാലയിൽ കടന്നിട്ട് ഞാനോ എൻ്റെ കുട്ടിയോ അവിടെ കരയുന്നതിനേക്കാളും സുഖല്ലേ ദുനിയാവിൽ 2 മിനിറ്റ് കരയാ, സാരമില്ല. നിസ്കരിക്കാത്ത നമ്മളെ കുട്ടിയെ കാണുമ്പം നമ്മൾ അവനോട് നിസ്കരിക്കാനിട്ട മോനെ ഒഴിവാക്കരുത് കേട്ടോ, ബാക്കിയൊക്കെ കുഴപ്പമില്ല, മോളെ നിസ്കരിക്കേണ്ടത് പറയുമ്പോൾ ഓൻ വന്നിട്ട് പറയും, നിങ്ങളെപ്പോലത്തെ മരടൻ തന്തനെ ഞാൻ കണ്ടിട്ടില്ല, സാരല്ല, ഓ നാളെ നമുക്ക് റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാന്ന് പ്രാർത്ഥിക്കും. ഇസ്ലാമികമായ വേഷം ധരിക്കണം കേട്ടോ മോളെ അറിയുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഉമ്മാനും ബാപ്പാനും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. സ്നേഹത്ത് പറഞ്ഞാൽ മതി, സാരല്ല. അവർ നാളെ വലുതായിട്ട് ക്ലാസ് എടുക്കുമ്പം അവനാൻ്റെ കുട്ടീനോട് പറയും, മോളെ ഞാൻ ഇങ്ങനെയെങ്കിലും ആയത് എൻ്റെ വാപ്പി മിന്നങ്ങനെ വളർത്തിയത് കൊണ്ടാണ് കേട്ടോ. അതാണ് സ്വർഗം, അതാ സ്നേഹം. അവിടേക്ക് എത്തണം. അതിന് പ്രവാസികളായ നമ്മൾ അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോഴും അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോൺ വിളിക്കണം. ഞാൻ പറയണത്, ഫോൺ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യം, മോളെ നിസ്കരിക്കണില്ല എന്നെ, ഇൻഷാ അല്ലാ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇന്നെ ഈ വാപ്പാക്കും മക്കും വേണ്ടി പ്രാർത്ഥിക്കണില്ലേ, വാപ്പയും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പം അവർക്ക് മനസ്സിലാവും വാപ്പാൻ്റെ ഇമ്മാൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ വളരെ ചിന്തിച്ചു പോയൊരു രംഗം പറയട്ടെ. ചിന്തിച്ചു പോയ ഞാൻ പോലും എൻ്റെ മക്കളെ വളർത്തുന്നതിൽ പടച്ചോനെ, ഞാൻ എൻ്റെ ഭാര്യനോട് വന്നിട്ട് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്കൊരു ഗുണപാഠമാണ് കേട്ടോ. അത്രയും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചൊരു രംഗമുണ്ട്. ഞാൻ ലേണിംഗ് ക്ലാസ്സിൽ നമ്മളെ ബോർഡും എഴുതിയിട്ട് ലേണിംഗ് ക്ലാസ് എടുക്കും ഒരു സ്ഥലത്ത്. ബോർഡും അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ലേണിംഗ് ക്ലാസ്സിൽ ചോക്ക കൊണ്ട്. അപ്പോൾ ഇതേപോലെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു.
മുന്നിൽ ക്ലാസ് തുടങ്ങുമ്പോൾ മുന്നിൽ വന്നിട്ട് 2-3 ആൾക്കാർ ബെഞ്ച് ഇതൊക്കെ റെഡിയാക്കൂലേ, അതിലെപ്പോഴും മുന്നിൽ കുറച്ചൊരു കറുത്തിരുണ്ട കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ ഒരു ഇക്ക, ഞാൻ പേര് മാറ്റിയാണ്, ഞാൻ പേര് മാറ്റി പറയാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഇക്ക ഇങ്ങനെ വന്നു. ഫാത്തിഹ ഇങ്ങനെ എഴുതി അർത്ഥം എഴുതി, ക്ലാസ്സൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധിക്കും. പക്ഷെ അർത്ഥം എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുതൂല. അപ്പോൾ നമ്മൾ 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പ്രായം മുതിർന്ന ഒരാളുടെ എന്താ എഴുതാത്ത വയ്ക്കുമ്പോൾ പഠിച്ചൊരു മൂപ്പർക്കൊരു മോശത്തെ അങ്ങനെ തോന്നിയ ഒരു സങ്കടമാണല്ലോ. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓരോ മാസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചൊക്കെ നിങ്ങളെന്തേ അർത്ഥം എഴുതാത്തത്, എന്തെങ്കിലും മുമ്പ് എഴുതിയതുണ്ടോ, അതോ തഫ്സീറുണ്ടത്, അതോ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നാണോ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായാലും, മൗലവി എൻ്റെ ബാപ്പാക്ക് 7 മക്കളായിരുന്നു. ഞാൻ ജനിച്ച ഉടനെ 1 വയസ്സായപ്പോൾ എൻ്റെ അപ്പച്ചി മരിച്ചുപോയി. പിന്നെ വാപ്പാൻ്റെ പണി കന്നിനെ പാടത്ത് കൊണ്ടുപോയി മേക്കൽ ഉമ്മ ഏറ്റെടുത്തു. അന്ന് വാപ്പാൻ്റെ പണി കൂടി നിമ്മ. അപ്പം വാപ്പല്ലാത്ത കുട്ടി എന്ന എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, അണ്ടർലൈൻ ചെയ്യാൻ കേട്ടോ, ഇഷ്ടം കൊണ്ട് ബാപ്പല്ലാത്ത കുട്ടിയായ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളത്തെ കുട്ടികളോ മദ്രസത്തെ കുട്ടികളോ കളിയാക്കുമോ എന്നുള്ള എന്നോടുള്ള പേടിയുണ്ട്. കച്ചറുണ്ടാകുമ്പോൾ അടിക്കാലോ, വാപ്പല്ലല്ലോ, ചോദിക്കാനും പറയാനല്ലോ എന്ന ഇഷ്ടം കൊണ്ട് എൻ്റെ അമ്മച്ചി എന്നെ പഠിക്കാൻ വിട്ടില്ല. ഇന്ന കൂടെ എങ്ങനെ ചെയ്തു, ഇന്നമ്മ അങ്ങനെ ഒപ്പം കൊണ്ടുവന്നുകൊണ്ട് കന്നിനെ മേക്കാനൊക്കെ പഠിപ്പിച്ചു. ബാക്കി 6 ആളും പഠിക്കാൻ പോയി. ഇന്നുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ സങ്കടപ്പെടുവോ? ബാപ്പല്ലാത്ത കുട്ടികൾക്ക് കളിയാക്കപ്പെടുവോ? മൗലവി എന്താ ഫലം നിങ്ങൾക്ക് അറിയോ? എൻ്റെ പേര്, ഞാൻ മുഹമ്മദ് അല്ലോ, എനിക്കെൻ്റെ പേര് മുഹമ്മദ് എന്നുള്ളതും എൻ്റെ നിസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനയും പെണ്ണ് കെട്ടിയതിനു ശേഷം 29ാമത്തെ വയസ്സിൽ എൻ്റെ ഭാര്യയാണ് എനിക്ക് പഠിപ്പിച്ചെന്ന്. എനിക്ക് വെറും 3 സൂറത്തെ അറിയുള്ളൂ. അത് 3ഉം ഭാര്യ ഹൃദ്യസ്ഥമാക്കി തന്നതാണ്. അറബി എനിക്ക് വായിക്കാൻ അറിയില്ല, മലയാളം എനിക്ക് എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷ് ഒരു സാധനം അറിയില്ല. നിങ്ങളൊക്കെ ഓരോ ക്ലാസ്സിൽ നിന്നും മിമ്പർമെന്നും റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്നൊരു പ്രാർത്ഥന പറഞ്ഞിട്ട് ബോർഡും അങ്ങനെ എഴുതുമ്പം എൻ്റെ ഒപ്പമുള്ള എന്നെക്കാളും പ്രായം കുറഞ്ഞ പോലെ ഇതെങ്ങനെ എഴുതുമ്പം മൗലവി എൻ്റെ നെഞ്ച് എത്ര സങ്കടം അറിയോ? അതേ ഒരു പ്രാർത്ഥന പടച്ചോനെ എഴുതാൻ എൻ്റെ കൈ കൊണ്ട് കഴിയണില്ലല്ലോ. ആ മിമ്പർമെന്ന് പറയുന്ന ദുആ പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയണില്ലല്ലോ. ആ പറഞ്ഞ മലയാളത്തിൽ സാധനം എഴുതിയെടുത്താണ്ടെന്ന് പെരീ കൊണ്ടുപോയിട്ട് വായിക്കാനും എൻ്റെ പെണ്ണും കാട്ടിക്കൊടുക്കാനും കഴിയണില്ലല്ലോ. എന്നിട്ട് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താ അറിയോ? അതാണ് ശരിക്കും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത്. എന്തിനാ എൻ്റെ ഉമ്മഞ്ഞോട് ഇങ്ങനെ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ മൗലവി പ്രാർത്ഥിക്കാൻ വരെ എനിക്ക് തോന്നൂല. ഞാനപ്പോൾ തിരിച്ചാണ് ആലോചിച്ചത്, ആ ഉമ്മ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ കുട്ടീനെ പഠിപ്പിക്കാഞ്ഞ്? സ്നേഹം കൊണ്ട്, എൻ്റെ കുട്ടിക്ക് ഇടങ്ങേറാകുമോ എന്നുള്ളതുകൊണ്ട്. ഫലത്തിൽ എന്താ ഉണ്ടായത്? ആ കുട്ടി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടി കാണിക്കാൻ. ദീന് കൈവിട്ട് ദുനിയാവിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓടുമ്പം എത്ര മുതിർന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ നിന്നല്ലാതെ അവർക്ക് ദീന് കിട്ടും. എൻ്റെ ക്ലാസ്സിൻ്റെ അവസാനതാണ്, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അള്ളാഹു ഒരു പള്ളിക്കത്തെ ഖുത്ബീന്നോ ഒരു യൂട്യൂബിൽ നിന്ന് പ്രസംഗത്തുനിന്നോ ഒരു കൂട്ടുകാരിയുടെയോ കൂട്ടുകാരൻ്റെയോ സ്നേഹസമ്പർക്കത്തിനോ നമ്മളെ കുട്ടികൾക്ക് ചിലപ്പോൾ 35-ാം വയസ്സിലാകാം 25-ലാകാം അവർക്ക് ദീന് കിട്ടും, അള്ളാഹ് എത്തിക്കും. അന്നവർ ദീനിലേക്ക് വന്നാൽ അന്ന് ഏറ്റവും കൂടുതൽ അവർക്ക് വെറുപ്പുണ്ടാകാരുടെ കാര്യമോ അതുവരെ അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കാത്ത നമ്മളോടായിരിക്കും. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ദീനിയാകാതെ വളർത്തിയാലും അവർ സന്തോഷം നൽകും. നമ്മൾ മരിച്ചാൽ പട്ടേൽ താഴത്ത് PGക്ക് ഞാൻ റൗദത്തിൽ പഠിക്കുന്ന സമയത്ത് പട്ടേൽ താഴത്താണ് ഞാൻ PGക്ക് പഠിച്ചിരുന്നത്. അവിടെ പൗരപ്രമുഖനായൊരു വ്യക്തി, രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ പൗരപ്രമുഖനായൊരു വ്യക്തി മരിച്ചു. 5 ആൺകുട്ടികളാണ്. 5ാമത്തെ കുട്ടിയുടെ പ്രായം 35 എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല എന്ന് പറയാനാണ്. ചെറിയ പള്ളിയാണ്. 1ാമത്തെ പള്ളി ഫുള്ള് നിറഞ്ഞു. കാരണം അദ്ദേഹം നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. പള്ളി നിറഞ്ഞു, പുറത്ത് അത്രയും ആൾക്കാർ നിൽക്കുകയാണ്. നിസ്കാരം തുടങ്ങാത്തപ്പം മക്കളോട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു. 5 മക്കളും ഹൗദിന്റെ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്നോട് വന്നിട്ട് ഉസ്താദ് നിങ്ങൾ പോലെ പോയി പെട്ടെന്ന് വിളിച്ചു പറയും. കാരണം അവര് നിസ്കരിച്ചാലേ അടുത്ത ടീം നിസ്കരിക്കാൻ പറ്റുള്ളൂ. സോ അവിടെ ചെന്നു, 5 മക്കൾ നിൽക്കണം നോക്കി, നിങ്ങൾ പെട്ടെന്ന് വന്ന് നിൽക്കുന്നു പറഞ്ഞു. ഇങ്ങോട്ട് വേണം അടുത്ത ടീം നിസ്കരിക്കാൻ. മൗലവി നിങ്ങൾ ഇമാമെന്ന് വിളിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇമാമുക്കാൻ പോലില്ല, നിങ്ങൾ 5 ആൺകുട്ടികൾ ഇവിടെ അല്ലേ. അല്ല നിങ്ങൾ നിൽക്കീൻ നിർബന്ധിച്ചപ്പം മൂത്ത കാക്ക വന്നിട്ട് മൂത്ത കാക്ക 50 വയസ്സിൻ്റെ മുകളിലുണ്ട്.
മൗലവി ഒന്നും തോന്നരുത്, ഞങ്ങളിങ്ങനെ ഇവിടെ ചർച്ച ചെയ്യണി, ഞങ്ങൾക്ക് ആർക്കും മയ്യത്ത് നിസ്കാരം അറിയില്ല. നിങ്ങൾ ആ വാപ്പാൻ്റെ സ്ഥാനം മാറ്റി നമ്മളെ ഭാഗത്തേക്കാക്കി. നമുക്ക് അല്ല 3-4 കുട്ടികളെ തന്നു. നമ്മൾ ഒമാനെന്നോ അല്ലെങ്കിൽ നാട്ടിൽ മരിച്ചു. നമ്മളങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിക്ക് കൊണ്ടിങ്ങനെ വെച്ചു. നമ്മളെ 4 മക്കളും പള്ളിക്കണ്ട് പരിസരത്തുണ്ട്. ഒരൊറ്റ കുട്ടിക്ക് പോലും നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കഫൻ ചെയ്യാനോ, പള്ളിയിൽ വെച്ചിട്ട് ബാപ്പയായ നമ്മുടെ തലയുടെ ഭാഗത്തുനിന്ന് തെക്ബീർ കെട്ടി 1-ാമത്തതിൽ ഫാത്തിഹയും 2-ാമത്തതിൽ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് 3-ാമത്തതിൽ 4-ാമത്തതിലും റസൂലുള്ളാഹി പഠിപ്പിച്ച് സുദീർഘവും ചെറുതുമായ പ്രാർത്ഥന ചൊല്ലി, അള്ളാഹുവേ ഇത്രയും കാലിനെ പോറ്റി വളർത്തി എൻ്റെ വാപ്പയാണ് പടച്ചോൻ ഈ മരണപ്പെട്ട് കിടക്കണേ, ഇത്രയും കാലിനെ പോറ്റി വളർത്തി എൻ്റെ അമ്മച്ചാണ് മരിച്ചു കിടക്കണേ, അള്ളാഹുവെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലഘട്ടത്ത് ഞങ്ങളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ജീവിതത്തിൽ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടാകാം, നാഥാ നീ അവർക്ക് സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ 4 തക്ബീറുകൾക്കുള്ളിലുള്ള ദുആ. ഈ 15 കൊല്ലം 25 കൊല്ലം MBBS ഡോക്ടറും എഞ്ചിനീയറിംഗും ഡിഗ്രിയും BMA എല്ലാ സംഘം BBAയും മുഴുവൻ കഴിഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് ഈ 4 പ്രാർത്ഥനകൾ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ എഞ്ചിനീയർ ആയാലും കളക്ടറായാലും ഡോക്ടറായാലും മണ്ണിന്റെ അടി കിടക്കണ നമുക്ക് എന്താ കൂട്ടരെ ഉപകാരങ്ങൾ എന്ന് പറയും. നമ്മൾ എന്ത് ലാഭത്തിലാ പോണത്? അതുകൊണ്ട് ഒരു തിരിച്ചുവരവുണ്ടാകണം. ഇവിടുത്തെ മക്കൾക്ക് ഇവിടെ നമുക്ക് നൽകാൻ പറ്റുന്ന ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ നടക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് നമ്മളായിട്ട് ചെയ്യുക. ബാപ്പിയമ്മയും നിസ്കാരത്തിന് കുറച്ചൊക്കെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി നിർബന്ധിച്ചിട്ട് ദീനിന്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കുക. അവർ ഇന്നല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നാളെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നത് ഇന്ന് ഇൻഷാ അല്ലാഹ് പോവുകയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒമാനിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വന്നത്. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ദിവസമാണ്. ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയൂല. ഒരുപാട് GCC നാടുകളിലൂടെ പോകാൻ കഴിഞ്ഞ് ഞാൻ ഖത്തറിൽ 1 വർഷം പഠിക്കാനും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു നാട്ടിലും ഇല്ലാത്ത ഒരു ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാഴ്ചയോളമുള്ള അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുകളിലുള്ള ദിവസങ്ങളായിരുന്നു ഇവിടെ. അൽഹംദുലില്ലാ. അതിന് അഷറഫ്ക മുതൽ താഴേക്കുള്ള ഒരു കുട്ടി വരെയുള്ള മുഴുവൻ ആളുകളും ഭയങ്കരമായ സ്വാധീനം ചെലുത്തി. ഞാൻ പേരൊന്നും പറയണില്ല. എനിക്ക് വേണ്ടി ലീവ് എടുത്ത് പോകുന്നവരും എന്നെ മൗലവി എന്നുള്ള നിലക്ക് ഇഷ്ടത്തോടെ സ്നേഹത്തോടു കൂടി പെരുമാറിയവരും സഹോദരിമാരടക്കം എല്ലാവരും ഈ സമയത്ത് ഞാൻ അങ്ങേയറ്റം അവരെ ഓർക്കുകയാണ്. ഖത്തറിൽ പലതവണ പോയിട്ടുണ്ട്, UAEയിൽ പലതവണ പോയിട്ടുണ്ട്, സൗദിയിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഇഷ്ടവും സ്നേഹവും കാരുണ്യവും അവിടെയൊക്കെ തിന്നിട്ടുണ്ട്. പക്ഷെ അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും കാരുണ്യവും ഇവിടെ നിന്ന് കിട്ടി. കളിയായി, തമാശയായി, പഠനവിജ്ഞാനമായും ഒക്കെ ബാപ്പയെപ്പോലെ നിന്നവരും ജ്യേഷ്ഠന്മാരെ പോലെ നിന്നവരും കൂട്ടുകാരെ പോലെ നിന്നവരും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. ഇന്നലെ സലാലയിൽ പോയി. സലാലയിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഇടപെടൽ മൂലം ഇൻഷാ അല്ലാഹ് നമുക്കൊരു സെൻറ്റർ തുറക്കാൻ പോവുകയാണ്. ഒന്നിച്ചുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടൊരു സെൻറ്റർ തുറക്കും. ലേണിംഗ് ക്ലാസ് അടുത്ത വെള്ളിയാഴ്ച മുതൽ സ്റ്റാർട്ടിങ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് പോകണ ഉംറ ഗ്രൂപ്പിൻ്റെ കൂടെ അവിടുന്ന് ഉംറ ഗ്രൂപ്പിനും കൂടി ചേർക്കും ഇൻഷാ അല്ലാഹ്. ഒക്കെ നമ്മളുടെ ഒന്നിച്ചുള്ള പരിശ്രമ ഫലമാണ്. അള്ളാഹു അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ 2-3 ക്ലാസ്സുകളിൽ കേട്ടതുപോലെ, സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് കേട്ട പോലെ, നമ്മളെ വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ ജുസ് തുടങ്ങി. റമളാനിലാണ് പരീക്ഷ. ഉസ്താദ് ബാക്കിൻ്റെ കാര്യങ്ങൾ പറയും, എങ്കിലും പറയാണ്, നമ്മൾ വാങ്ങാത്തവർ നമുക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഖുർആൻ ഒരാൾക്ക് പഠിക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈവശം ഇതുണ്ടാകണം. ഒരാൾക്കെങ്കിലും വേണ്ടി വാങ്ങണം. നമ്മളിതിൻ്റെ ഭാഗമായിട്ട് എഴുതണം. ഖുർആൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി മുന്നോടിയായി 2-3 പരീക്ഷ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവാർഡ് കൊടുത്ത് കണ്ടാവും. 1-ാമത്തത് നോക്കി എഴുതുക എന്നാണ്. അപ്പോൾ നമ്മൾ വായിക്കുകയാണ്, പുണ്യം കിട്ടുകയാണ്. പിന്നീട് ഓൺലൈൻ വഴി എഴുതുക. അങ്ങനെ ഓരോ ഘട്ടമുണ്ട്. അവസാനം റമളാനിലാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇവിടുന്ന് പോകണം. എല്ലാവരും ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചെറിയ പൈസയുള്ളൂ. ഇത് നമ്മൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തവരൊക്കെ ഉണ്ട്. അവർക്ക് അതിൻ്റെ കൂലി കിട്ടും. നമ്മൾ പഠിച്ചാലാണ് നമ്മൾക്ക് സ്വർഗം കിട്ടുക. അതിനുവേണ്ടി ഒരാളുടെ കയ്യിൽ ഒന്നെങ്കിലും ഉണ്ടാകണം എന്ന് ഇൻഷാ അല്ലാഹ് പറയുന്നു. ഇന്ന് രാത്രിക്കത്തെ ഫ്ലൈറ്റിന് പോകുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മൾക്ക് കൺകുളിർമയും സന്തോഷവും സമാധാനവുമാക്കി അള്ളാഹുവെ നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അവരുടെ അറിവില്ലായ്മ മൂലമോ ഈമാനിൻ്റെ കുറവ് മൂലമോ
അവരുടെ സാഹചര്യം മൂലമോ പല തെറ്റുകളും നാഥ ഈ പ്രായത്തിൽ വന്നു പോയിട്ടുണ്ട്. കാരുണ്യവാനായ നാഥ, അവർക്ക് ദീനിയായ ജീവിതം നീ തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് നാഥ. ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്ന ഓരോ അധ്വാനവും നീ പരലോകത്ത് പുണ്യകർമ്മമായി സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ വരുമാനങ്ങളിൽ നാഥ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ നന്നായി പഠിക്കാനും ഉയർന്ന തലങ്ങളിലേക്ക് എത്താനും ഹലാലായ സമ്പാദ്യമുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാനും നാഥ നീ അവർക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ഇസ്ലാഹി സെന്റർ ദീനിയായൊരു കൂട്ടായ്മയാണ്. ഇതിന് നേതൃത്വം നൽകുന്നവരും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നവരും ഇതിൽ ഒന്നിച്ചു നിൽക്കുന്നവരും ഇത് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും നാഥ നീ എല്ലാവർക്കും ഈമാനും ഇഖ്ലാസും വർദ്ധിപ്പിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കോ ബിദ്അത്തോ ഖുറാഫാത്തോ ഇല്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ നാടിനും ഇതിൻ്റെ ഭരണാധികാരികൾക്കും നാഥ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.